والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹീതമായ റമദാൻ ജീവിക്കാൻ അവസരം ലഭിച്ചതിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ഓരോ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നാട്ടിന് നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹമായിട്ട് മഴ വർഷിപ്പിക്കുമാറാകട്ടെ. എൻ്റെ വിഷയം മുഖ്യ ശത്രു എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു അനേക പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലേക്ക് അയച്ചത് സൃഷ്ടികൾക്ക് സൃഷ്ടാവിനെ തിരിച്ചറിയാൻ, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ, മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ. എന്നാൽ ഈ ഒരു അടിമ നിഷ്കളങ്കമായിട്ട് ഏറ്റവും മഹത്തായ വചനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചാൽ അള്ളാഹുവിൻ്റെ തന്നെ സൃഷ്ടികൾപ്പെട്ട് ജിന്ന് വർഗത്തിൽപ്പെട്ടുള്ള ഇബ്ലീസ് വളരെ നിസ്സാരമാണ്. ഇതും കൂടി പഠിപ്പിക്കാനാണ് നമ്മൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരും വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ, സാക്ഷരത നിറഞ്ഞിരിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ വളരെ വിഷമമാണ്. ഒരു ഭാഗത്ത് കുറച്ച് പണ്ഡിതന്മാർ പ്രവാചകന്റെ മുടി ലഭിച്ചു എന്ന് അത് സംരക്ഷിക്കാൻ കോടികൾ ചെലവഴിച്ച് വലിയൊരു പള്ളി നിർമ്മിക്കാൻ പോകുന്നു. അത് നാളെ ഭാവിയിലൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന് ഞാൻ ഭയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ സലഫികൾ വേറൊരു വിഭാഗം ഈ അടുത്തുപോലും എനിക്ക് യൂട്യൂബായിട്ട് എനിക്ക് അയച്ചു. ഇപ്പോഴും സംശയത്തിലാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരോടൊക്കെ സഹായം തേടാന്നുള്ളത്. അദൃശ്യമായ അല്ലാഹു സുബ്ഹാനഹു തആലയോട് മാത്രമാണോ, അല്ല അദൃശ്യമായ ജിന്നിനോടും മലക്കിനോടും സഹായം തേടിയാൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. അതിനെ തെളിവുദ്ധരിക്കുന്നത് നമ്മൾക്കറിയാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നിനോട് സഹായം തേടി എന്നുള്ളത്. മറുപടി അങ്ങോട്ട് ചോദിക്കാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സഹായം ചോദിച്ച ചരിത്രം ഹദീസിലുണ്ട്. ഇതൊക്കെ മുഅ്ജിസത്തുകളാണ്. അതുകൊണ്ടാണ് അവർ നബിയായത്. നമ്മൾ എത്ര പഠിച്ചു, എത്ര തഖ്വയുണ്ടു, നമ്മൾക്കൊരിക്കലും അവരെ പോലെ ആവാൻ പറ്റില്ല. വഹി ഇവിടെ നിന്നു, മുഅ്ജിസത്തില്ല. നമ്മൾക്ക് സൂറത്ത് യൂസുഫിലൊരു വചനമുണ്ട്, 12-ാമത്തെ സൂറത്തിലെ 106-ാമത്തെ വചനം, വമാ യുഅ്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധിക ആളുകളും അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, അധിക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല അവന് പങ്ക് ചേർത്ത് കൊണ്ടല്ലാതെ. നമ്മൾ ആലോചിക്കണം. ഭയപ്പാടോട് ഞാൻ പറയാം, നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹീതമായി ലഭിച്ചതാണ് ഈ ഹിദായത്ത്. എന്നാൽ ആ ഹിദായത്തിൽ അടിയുറച്ച് ഞാൻ മരിക്കുന്നവരെ ഞാൻ അതോട് ജീവിച്ചു പോകാൻ വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു നമ്മൾക്ക് എല്ലാവരും അനുഗ്രഹിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കണം. ആലി ഇംറാനിലെ 8-ാമത്തെ വചനം, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഭയപ്പാടോട് പറയാണ് ഈ ഹിദായത്ത് നഷ്ടപ്പെടാതെ നമ്മൾ ജീവിച്ച് മരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഒരു ഹദീസ് ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് കൊടുക്കുന്നൊരു ഉപദേശം, മോനെ എവിടെയാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. അങ്ങനെ ഒരുപാട് വചനങ്ങൾ പറഞ്ഞ് ഒരുപാട് ഉപദേശം കൊടുത്ത അവസാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നൊരു ഉപദേശം, മോനെ നിന്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും നീ അള്ളാഹുവിനോട് സഹായം തേടുക. വളരെ ഭംഗിയായൊരു അള്ളാഹുവിൻ്റെ അടുപ്പിക്കുന്ന ഒരു ഉപദേശം. നമ്മൾ എന്തൊരവസ്ഥയിലായിക്കോട്ടെ, എന്തൊരു നിസ്സാരമായൊരു കാര്യമായിക്കോട്ടെ, ഞാൻ എവിടെ ആയിക്കോട്ടെ, ഒറ്റയ്ക്കായിക്കോട്ടെ, അല്ല സമൂഹത്തിന് മധ്യമായിക്കോട്ടെ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് മാത്രമേ സഹായം തേടുള്ളൂ. അതാണ് ഇയ്യാക നസ്തഈൻ. റബ്ബിൻ്റെ അടുത്ത് മാത്രം. റബ്ബേ, റഹ്മാനെ, ഗഫൂർ, വദൂദ്, യാദൽ ജലാലി വൽ ഇക്രാം, എന്ത് പേരും വെച്ച് അള്ളാഹുവിനെ വിളിച്ചുള്ളൂ. പക്ഷെ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ. നല്ല ഭംഗിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. വേറെ ഒരു സംശയമില്ല ഇതിൽ. ഞാനൊരിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് കാഷ്വാലിറ്റിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു പ്രായമുള്ളൊരു മുജാഹിദ് പ്രവർത്തകനും പണ്ഡിതനുണ്ടായിരുന്നു.
അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുക. അദ്ദേഹം പറയാ, മോനെ, ഞാനിപ്പോൾ റബ്ബിൻ്റെ അടുത്ത് തേടിയിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരാൾ കാഷ്വാലിറ്റിയിലാണ്, എന്നെ ആരെയും എങ്ങനെയും സഹായിച്ചിരുന്നത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് ഇപ്പം തേടിയിട്ടേ ഉള്ളൂ. ഞാൻ അതിശയിച്ചു പോയി. ഒരുപാട് ജനങ്ങൾ ചുറ്റുമുണ്ട്, പക്ഷേ ഐ മുജാഹിദ് നേരെ പ്രാർത്ഥിച്ചു, സഹായം തേടി. എൻ്റെ റബ്ബ് മോനെ മലക്കിൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ എത്തിച്ചു. ഞാൻ മലക്കായിട്ടല്ല. അദ്ദേഹം സന്തോഷപൂർവ്വം പറഞ്ഞു. അതാണ് സഹോദരൻ, അതായിരുന്നു മുജാഹിദ്. അവരെ കണ്ട് നമ്മളൊക്കെ സുന്നി കുടുംബത്തിൽ ജനിച്ച് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നതാണ്. മുജാഹിദായി ഈ പ്രായമേറെ ഒരുപാട് നമ്മുടെ കൂടെ ഒരുപാട് ഇപ്പോഴുമുണ്ട് നല്ല നല്ല പണ്ഡിതന്മാർ, മുജാഹിദ് പണ്ഡിതന്മാർ. അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്ത് നൽകട്ടെ. സഹോദരനെ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് വെച്ചാൽ ഇപ്പോഴത്തെ യുവതലമുറ, ചെറുപ്പക്കാർ, യുവാക്കൾ ഗൾഫ് സലഫിസത്തിന്റെ ഭാഗമായിട്ട് തീവ്ര നിലപാട് കൂടി വരുന്നു. എൻ്റെ സുഹൃത്തെടുത്ത് ഞാൻ ഈ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ 2-3 ആയത്ത് കാണിച്ചാൽ അതിന് സ്വഹിയായ ഹദീസില്ലേ എന്നാണ് എൻ്റെ വിരൽ ചൂണ്ടുന്നത്. 2-3 ആയത്ത് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. അതിനെക്കാട്ടി വലുത് ഇവിടെ സ്വഹിയായ ഹദീസ് ഉണ്ടെന്ന്. എൻ്റെ ഭയം ഈ ഷഹാദത്തിനെ തിരിച്ചു മറിച്ചിടുമോന്ന്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇട്ടുപോകുമോ എന്നുള്ള ഭയം. ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും ഒരു ആയത്തും അല്ലാഹു സുബ്ഹാന ഒരൊറ്റ പണ്ഡിതനും അതിനെ സനദ് അന്വേഷിച്ച് നടക്കില്ല, അതിനെ മത്തിൻ ടെക്സ്റ്റ് അന്വേഷിക്കില്ല. അത് അങ്ങനെ തന്നെ വിശ്വസിക്കും, അപ്പടി വിശ്വസിക്കും. ഖുർആൻ അള്ളാഹു എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കും. എന്നാൽ 200 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ നല്ലൊരു പണ്ഡിതൻ എഴുതിയ എന്തൊരു ഗ്രന്ഥമാവട്ടെ അത് ഖിയാമത്ത് നാൾ വരെ ചോദിച്ചുകൊണ്ടിരിക്കും, അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, അതിനെ സനദ് പരിശോധിച്ചുകൊണ്ടിരിക്കും, അതിനെ മത്തിൻ പരിശോധിച്ചുകൊണ്ടിരിക്കും. വളരെ വിഷമമാണ്. ഇവരത്തെ ഒരു പ്രായമുള്ള ആൾക്കാർ പണ്ഡിതന്മാർ ചോദിക്കാൻ പോയാൽ ഉടനെ കിട്ടുന്നൊരു തിരിച്ചുള്ളൊരു പറയലാണ്, അതാണ് ഹദീസ് നിഷേധി എന്നുള്ളത്. വളരെ വിഷമാണ് സഹോദരൻ, വളരെ വിഷമാണ്. ഞാനും നിങ്ങളും ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കുക. ഞാനും നിങ്ങളും ബുഖാരി മുസ്ലിം മുഴുവൻ വായിച്ചുവോ? മുഴുവൻ നമ്മളെ ഹദീസുകൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? നമ്മൾ ഓർത്തു നോക്കുക. നമ്മൾ രാവിലെ ഉറങ്ങിയിരുന്നിച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്നവരെ എത്ര സ്വഹിയായ ഹദീസ് ഞാനും നിങ്ങൾ ജീവിതത്തിൽ പിൻപറ്റി? നമ്മൾ ആലോചിച്ച് നോക്കണം. എത്ര നമ്മൾ പുച്ഛിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ട് നമ്മൾ പണ്ഡിതന്മാർ ഇത്രയും കാലങ്ങൾ ഈ സമുദായത്തിനെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുവരായിരുന്നു. അവർ ഇത്രയും നാളും പഠിപ്പിച്ചത് ഖുറാനും സുന്നത്തിനാണ്. അവർക്ക് പ്രമാണം തെറ്റിപ്പോയിട്ടൊന്നുമില്ല. അവർ പഠിപ്പിച്ചുകൊണ്ടാണ് നല്ല ഭംഗിയായി കൊണ്ടുവരായിരുന്നു. എന്നിട്ട് അവരെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു അവർ ഹദീസ് നിഷേധികളാണ്. സ്വന്തം സംഘടനയിലെ പണ്ഡിതന്മാർ, പുറത്തുള്ള മറ്റു സംഘടനയല്ല. എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട് മെസ്സേജ്. സാധാരണ ഒരു മനുഷ്യൻ, എൻ്റെ ഒരു പേഷ്യൻ്റാണ്, അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തതാ, ഇന്ന പണ്ഡിതന്മാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വലിയൊരു ഫിത്നയായി പോവും. പേരെടുത്ത് സംഘടനയുടെ പണ്ഡിതന്മാർ, മുതിർന്ന പണ്ഡിതന്മാർ, ഈ സമുദായത്തിന് ഖുറാനും സുന്നത്തും പഠിപ്പിച്ച പണ്ഡിതന്മാർക്ക് നേരിട്ട് പറയാണ് ഇദ്ദേഹം ഹദീസ് നിഷേധി എന്നുള്ളത്. ഭയപ്പാടുകൊണ്ട് പറയാ സഹോദരൻ, ഭയപ്പാട്. ഇന്നത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ അവർക്ക് പഠിക്കാൻ വായിക്കാൻ സമയമില്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും ആദ്യത്തെ കൽപ്പനയാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ളത്. അത് പഠിക്കാനുള്ള സമയമില്ല. എനിക്കറിയാം, ഞാൻ ഡോക്ടറാണ്. ഒരുപാട് സമയം എടുത്തിട്ടാണ് MBBSും MDയും DNBയും PhDക്ക് എടുക്കാൻ ഒരുപാട് സമയം ചെലവഴിക്കണം. അതിനിടയിൽ 100 കൂട്ടം സമ്മേളനങ്ങളുണ്ട്, ഒരുപാട് ദഅവത്തുണ്ട്, ഒരുപാട് മീറ്റിംഗ് ഉണ്ട്. അതിനിടയിൽ ഇഖ്റ എന്ന് മറന്നു പോകുന്നു. പഠിക്കാൻ സമയമില്ല. ദീൻ എനിക്ക് ഉപകാരപ്പെടുന്നില്ല, പക്ഷെ ആർക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളൊരു അതിമോഹത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ ചിന്തിക്കുകയും ചെയ്യില്ല. ചിന്ത അങ്ങ് സമർപ്പിച്ചിരിക്കുക കുറച്ച് പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജൂത ലോബിയുടെ ഒരു ഭാഗമാണ്, സിയോണിസത്തിന്റെ ഭാഗമാണ് മുസ്ലിങ്ങളെ ചിന്താശൂന്യരാക്കാൻ നമ്മൾ പച്ച പിടിക്കുന്നില്ല. സമുദായത്തിന് മുൻപന്തിയിൽ എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഈ അടുത്ത് പോലും മെഡിക്കൽ കോളേജിൽ ഒരു യുവാവ് വന്നിട്ട് പ്രസംഗിച്ചതാണ്, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ ബുദ്ധിൻ്റെ ഏത് മണ്ഡലം ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്തിക്കോളൂ, അത് മനസ്സിലാക്കും അള്ളാഹു ഏകനാണെന്നുള്ളത്. എന്നാൽ അതേ ബുദ്ധി നിങ്ങൾ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ പറയാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയാവോ അള്ളാഹു അലം. ബുദ്ധി ചില സ്ഥലത്ത് ഉപയോഗിക്കണം, ചില സ്ഥലത്ത് ഉപയോഗിക്കരുത്. ബുദ്ധി ഉപയോഗിച്ചാൽ, ചിന്തിച്ചാൽ ഇപ്പോൾ നരകത്തിലേക്ക് പോകുന്ന വട്ടത്തിലാണ് പറഞ്ഞത്. എന്നാൽ ഖുർആൻ പറഞ്ഞിരിക്കുന്ന സൂറത്തുൽ മുൽക്കിലെ, ഞാൻ നരകത്തിൻ്റെ വക്കത്തിലെത്തിയപ്പോൾ പറയും, ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായേനു. ചിന്ത ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവർക്ക് സമർപ്പിക്കരുത്, ദയവ് ചെയ്ത് സമർപ്പിക്കരുത്. സമർപ്പിച്ചാൽ എവിടെ എത്തും എന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേഷ്യൻ്റ് റൂമിലേക്ക് ഒരു 40 വയസ്സുള്ള സലഫി കയറി വന്നു. 40 വയസ്സുള്ള സലഫി പ്രവർത്തകൻ. അദ്ദേഹം പറയാം എൻ്റെ അടുത്ത്, ഡോക്ടറെ എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ്? ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് നെട്ടിപ്പോകുന്നു, അടുക്കളയിൽ എന്തെങ്കിലും പാത്രം വീണാൽ ഞാൻ ഭയപ്പെടുന്നു, അത് ജിന്ന് വീഴ്ത്തിയാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ആലോചിക്കണം, പ്രവർത്തകനാണ് പറയുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ സുബഹിക്ക് ഞാനും ഭാര്യയും എൻ്റെ മോനും പള്ളിയിൽ പോകും.
അപ്പം എൻ്റെ മോള് 4 വയസ്സുള്ള മോള് ഉറങ്ങിയിരിക്കും. ഞാൻ വിളിക്കും, മോളെ വരുന്നോ? ഇല്ല. ബാപ്പ പോയിക്കോ, ഒറ്റക്ക് വീടും പൂട്ടി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അള്ളാഹിനെ ഏൽപ്പിച്ചു പോവാ. ആ 4 വയസ്സുള്ള മോൾക്കുള്ള ധൈര്യം നമ്മുടെ 40 വയസ്സുള്ള പ്രവർത്തകന് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ദഅവത്തിന് കുഴപ്പമുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയ പ്രസംഗത്തിന് കുഴപ്പമുണ്ട്. വളരെ അപകടമാണ് സഹോദരൻ, വളരെ അപകടമാണ് പ്രസംഗങ്ങൾ കേൾക്കാൻ മാത്രമല്ല, ദയവ് ചെയ്ത് ഒറ്റയ്ക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് നമ്മൾ പഠിക്കുക, വായിക്കുക, സ്വന്തം മനസ്സിലാക്കുക, ഖുർആൻ എടുത്ത് തഫ്സീറുകൾ പരുതുക. ഇസ്ലാം പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിയ വ അമലൻ മുതഖബ്ബല വ റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ വ ഖൽബൻ ഖാശിയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം. ഇസ്ലാം വളരെ ഒരു പ്രകൃതി മതം, പ്രാക്ടിക്കൽ റിലിജൻ, ലളിതമായ മതം അല്ലേ? അള്ളാഹു സൃഷ്ടികൾക്ക് അയച്ചു കൊടുത്തൊരു മതം. അത് ഒരു അടിമ തൊട്ടിട്ട് യജമാന് വരെ മനസ്സിലാക്കാൻ പറ്റണം. ഒരു നിരക്ഷകനായ ഒരു മനുഷ്യൻ തൊട്ട് പണ്ഡിതൻ വരെ മനസ്സിലാക്കാൻ എളുപ്പമായുള്ളൊരു മതമാവണം ഇസ്ലാം. അല്ലാണ്ട് അത് ഒരു PhD എടുത്താലോ അല്ലെങ്കിൽ അറബിക് കോളേജിൽ പോയിട്ട് ഫുൾ ഡിഗ്രി എടുത്താൽ മാത്രമേ മനസ്സിലാകാൻ പറ്റുള്ളൂ. ലക്ഷക്കണക്കിന് ഹദീസുകൾ പരിധി കഴിഞ്ഞാൽ മാത്രമേ ഇസ്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു അനീതിയായി പോവും. ഒരിക്കലുമില്ല. ഇസ്ലാം വളരെ ലളിതമായ മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടെ നിഷ്കളങ്കതയോടെ പറഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സഹാബികൾ ചോദിച്ചു, നബിയെ എന്താണ് ഇഖ്ലാസ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഹറാമിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കുക, ഹറാമിൽ നിന്ന് തെറ്റിൽ നിന്ന് മുഴുവനും വിട്ടു നിൽക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കൽപ്പിച്ച കാര്യം നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. പരമാവധി ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്ന നിൽക്കാൻ പറ്റുന്ന ഇരിക്കാൻ പറ്റില്ല കിടക്കുക. പരമാവധി നമ്മൾ കഴിയുന്നത്ര നമ്മൾ ചെയ്യുക. എന്നാൽ തിന്മയിൽ നിന്ന്, ഞാൻ വിരോധിച്ച കാര്യം നിന്ന് അകന്നെ മാറി നിൽക്കുക, ഹറാമിൽ നിന്ന് മുഴുവനും വിട്ടു നിൽക്കുക, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ ഷഹാദത്തിൻ്റെ ആദ്യത്തെ വചനം ലാ ഇലാഹ, ഷിർക്ക് എല്ലാം ഒഴിവാക്കുക. എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇന്ന് മനുഷ്യന്മാരെ ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും കുഫ്റിലേക്കും നിഫാഖിലേക്കും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്ലീസ് ലഅനഹുല്ലാഹ്. ആ ഇബ്ലീസിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ 2 ഭാഗം. ആദ്യത്തെ ഭാഗം ഇബ്ലീസിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ എങ്ങനെ വിവരിച്ചു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ എങ്ങനെ വിവരിച്ചു തന്നു നമ്മൾക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം ഇബ്ലീസ് എന്നെയും നിങ്ങളെയും എല്ലാവരെയും എങ്ങനെയൊക്കെ വഴി പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് ചർച്ച ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്ലീസ് ആവുന്നത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭം തൊട്ടിട്ടാണ്. സൂറത്തുൽ കഹ്ഫിൽ 50-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു ലിആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്ന്. അല്ലാഹു പറഞ്ഞു, ജിന്ന് വർഗത്തിലെ ഇബ്ലീസ് ആദമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് വിസമ്മതിച്ചു. എന്നിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസ് പറയുന്ന വാക്ക് സൂറത്തുൽ അറാഫിലുണ്ട്, ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനിഹി മിൻ നാർ. ഞാൻ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, അഗ്നിയിൽ സൃഷ്ടിച്ച ഞാൻ ഈ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെ ഞാൻ സുജൂദ് ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഹിജ്റിൽ പറഞ്ഞു, കാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. നീ പുറത്തു പോവുക, നീ ശപിക്കപ്പെട്ടവനാണ് അന്ത്യനാൾ വരെ. അവിടെ ഇബ്ലീസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ആ ഇബ്ലീസ് പ്രാർത്ഥിക്കുന്ന റബ്ബേ എന്ന് വിളിച്ചിട്ടാണ്. ഇബ്ലീസ് ശിർക്ക് ചെയ്തിട്ടില്ല, റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. റബ്ബേ, എന്നെ ഒന്ന് അന്ത്യനാൾ വരേക്ക് നീ എന്നെ വിട്ടേക്കണേ. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്ലീസിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ പലതും സ്വീകരിക്കാതെ പോകുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ഇബ്ലീസിനെ കാട്ടി മോശമായി വരുന്നുണ്ടോ എന്ന്. ഇബ്ലീസിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. എന്നിട്ട് ഇബ്ലീസ് എന്താ പറഞ്ഞ സൂറത്തുൽ അറാഫിൽ പറഞ്ഞു, ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വമിൻ ഐമാനി വൻ ശമായിലിഹിം. മുമ്പെന്നും പിമ്പെന്നും വലതെന്നും ഇടത്തുനിന്നും എല്ലാം നിന്റെ അടിമയെ ഞാൻ പിടികൂടും. അവിടെ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ പറഞ്ഞു, മുകളിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചില്ല. എന്തുകൊണ്ടാച്ചാൽ മുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമേ മുകളിൽ നിന്ന് വരുള്ളൂ. ഇബ്ലീസ് 4 മൂലയിൽ നിന്ന് നമ്മളെ പിടികൊണ്ടേയിരിക്കും. എന്നിട്ട് വഴി പിഴപ്പിച്ചു. നമ്മൾക്കറിയാം, ഏറ്റവും ആദ്യം തെറ്റിപ്പോയത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അള്ളാഹു പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഹലാലാക്കിയിട്ടുണ്ട്, എന്നാൽ വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അടുത്തോട്ട് മാത്രം ദയവ് ചെയ്ത് പോകരുതേ. പക്ഷെ അവിടെ തന്നെ ഒസ്വാസ് ഉണ്ടാക്കി ആ വൃക്ഷം തന്നെ തിന്നു. ഇതാണ് മനുഷ്യപ്രകൃതി. അതാണ് നന്മ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ റെഡി, പോസ്റ്റർ ഞാൻ റെഡി, പക്ഷെ വൃത്തികെട്ട പോസ്റ്റർ നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പം പറ്റിയില്ലെന്ന് വരും. സദക്കകൾ നൽകാൻ റെഡി, പലിശ തിന്നരുതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പം മടിയുണ്ടാവും. അതാണ് മനുഷ്യപ്രകൃതി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ അറാഫിനെ പറഞ്ഞു, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ. ഷെയ്ത്താന്റെ ഫിത്തനിൽ നിന്ന് കരുതിക്കൊള്ളുക. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പലയിടത്തും പറയുന്നുണ്ട്, ഇബ്ലീസിന്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റരുത്.
ഇപ്പോഴത്തെ തീവ്ര സലഫികൾ അവർ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭാഷാ അർത്ഥം തന്നെ എടുക്കണം എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇബ്ലീസിന്റെ കാലടി എവിടെയും കണ്ടോ കാണുകയും ചെയ്യില്ല. അതെല്ലാം ഉപമ അലങ്കാരമായിട്ട് പറയാൻ അല്ലാഹു, ഭംഗിയായിട്ട് അല്ലാഹു അവതരിപ്പിക്കുക. അദ്ദേഹത്തിന് ഇബ്ലീസിന്റെ കാലടികൾ പിൻപറ്റരുത്, ശിർക്ക് ചെയ്യുന്ന സ്ഥലത്തരുത്, മഖബറയിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ സിനിമാ തിയേറ്ററിലേക്ക് പോകരുത്, നിങ്ങൾ വ്യഭിചാരമുള്ള സ്ഥലത്തേക്ക് പോകരുത്, കള്ളഷാപ്പിലേക്ക് പോകരുത്. ഇന്നഹുലക്കും അദുവ്വുൻ മുബീൻ, മുഖ്യ ശത്രുവാണ്. ആ ശത്രുവെ മുഖ്യ ശത്രുവായിട്ട് തന്നെ കാണണം. മനുഷ്യന്മാരിലെ ശത്രുക്കളുണ്ട്, എന്നാൽ മനുഷ്യന്മാരെ ശത്രുക്കളുടെ ഇടപെടുമ്പോൾ അള്ളാഹു പറഞ്ഞു തിന്മയെ നന്മ കൊണ്ട് എതിർക്കാൻ. മനുഷ്യന്മാരിൽ തിന്മയെ നന്മ കൊണ്ട് എതിർക്കണം, അതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന. എന്നാൽ ഇബ്ലീസിന്റെ കാര്യത്തിനാണെങ്കിൽ അതിന് മുഖ്യ ശത്രുവായിട്ട് തന്നെ കാണണം. എന്തുകൊണ്ട് വെച്ചാൽ തിന്മയുടെ എല്ലാ സ്രോതസ്സാണ്, എല്ലാ തിന്മയ്ക്കും പ്രേരണ നൽകുന്നത് ഇബ്ലീസ് ലഅനഹുള്ളാഹ്. ഇനിയുള്ള വിഷയം, ഈ ഇബ്ലീസ് ജിന്ന് വർഗത്തിൽ നമ്മൾക്കറിയാം നല്ലതുണ്ടാവും ചീത്തയുണ്ട്. ഞാൻ ജിന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചീത്ത ജിന്നിനെ ഇബ്ലീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സംസാരത്തിൽ. ശരി, ഈ ജിന്ന് വർഗത്തിനെ കാണാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഈ അടുത്ത് പോലും 2 സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്നു. ഡോക്ടർ ഷാനെ, ഒരു 200 വർഷങ്ങൾ മുമ്പ് ഷാൻ ബാക്ടീരിയനെ വൈറസിനെ കണ്ടാൽ കാണൂല ഉണ്ടെന്ന് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ബാക്ടീരിയ വൈറസ് പണ്ട് കാണൂല, ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന്. എന്നാൽ ഇന്ന് ഷാൻ വിശ്വസിക്കുന്നുണ്ട് ബാക്ടീരിയ വൈറസിനെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾക്കറിയാം കൊല്ലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ജിന്നിനെ കാണാൻ പറ്റും എന്നുള്ളത്. അല്ലാഹു അലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇല്ലേ? എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സഹോദരൻ സൗദി അറേബ്യയിൽ പോയിട്ട് 2 കൊല്ലം ജോലി ചെയ്തിട്ടേ ഉള്ളൂ. മടങ്ങി വരുമ്പോഴത്തേക്ക് ഗൾഫ് സൽഫസത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പേര് കിട്ടി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ജിന്നിനെ കണ്ടെന്ന് പറഞ്ഞു. ഈ അടുത്ത പേപ്പറിൽ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ഒരുപാട് ആൾക്കാർ ജിന്നിനെ കാണുന്നുണ്ടെന്ന്. ഞാൻ ഖുറാനിലെ സൂറത്തുൽ അറാഫ് 7-ാമത്തെ സൂറത്തിലെ 27-ാമത്തെ വചനം പഠിച്ചു വെക്കണം. ഇത് 2 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പം കേരളത്തിൽ ഒരുപാട് ഇങ്ങനത്തെ സംസാര വിഷയം ഉണ്ടാവും. ഓരോരുത്തരും അറിയണം ഞാൻ പറയുന്നല്ല, അള്ളാഹുവിന്റെ വചനമാണ്. സൂറത്തുൽ അറാഫിൽ 27-ാമത്തെ വചനം അള്ളാഹു പറഞ്ഞു ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അള്ളാഹു പറയുന്നതാണ് നിങ്ങൾ ജിന്ന് വർഗ്ഗങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞൊരു കാര്യത്തും അതിനെ നമ്മൾ വളച്ചൊടിക്കരുത്, ആയത്തിനെ വളച്ചൊടിക്കരുത്. നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ ദയവ് ചെയ്ത് അള്ളാഹുവിന്റെ വചനാണ്. ഞാൻ ഈ ആയത്ത് എടുത്തു അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, ഇമെയിൽ അയച്ചു കൊടുത്തു. ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ജിന്നിനെ കണ്ടെന്ന് പോലും. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു ആരെങ്കിലും ജിന്നിനെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം എടുക്കൂല, പ്രവാചകനൊഴികെ. എന്തുകൊണ്ടാ വെച്ചാൽ പ്രവാചകന്മാർക്ക് മോജിസത്തായിട്ട് പലതും ലഭിക്കും, അത് സാധാരണക്കാരൻ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നതല്ല. ഇനിയുള്ള വിഷയം എന്താ വെച്ചാൽ എത്രത്തോളം കഴിവുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. എവിടുന്നെങ്കിലും മരുന്ന് കൊണ്ട് കോഴിക്കോടിലേക്ക് എത്തിക്കാനോ അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുണ്ട്, ജർമ്മനിയിൽ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പ്രശ്നം അതല്ല എത്ര കഴിവ് കൊടുത്തെന്ന് അന്വേഷിക്കലല്ല, അത് മനുഷ്യന്മാർക്ക് എത്ര ഉപകാരപ്പെടാൻ പറ്റും, നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. വളരെ വിഷമാണ് സഹോദരൻ. ഈ അടുത്ത് പോലും എൻ്റെ വീട്ടിലൊരു ദായി കയറി വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് മനുഷ്യന്മാർക്ക് ജിന്നിനെ അധീനപ്പെടുത്താൻ പറ്റുമെന്ന്. എളുപ്പമായിരുന്നു. ഞാൻ ആലോചിക്കുക പാളയത്ത് പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങാനും അല്ല അവിടെ പോയിട്ട് മീൻ മാർക്കറ്റിൽ പോയിട്ട് ഇറച്ചി മേടിച്ചുകൊണ്ടിരാൻ പറയാമായിരുന്നു. അടുത്ത സംഘടനാ സമ്മേളനത്തിന് പോസ്റ്റർ ഒട്ടിക്കാനും സ്റ്റേജ് ഒട്ടിക്കാനും ആരും പോകേണ്ട ആവശ്യമില്ല. ജിന്ന് വർഗത്തിലെ ആൾക്കാരുണ്ട്, വിശ്വസിക്കുന്നതാണ്. സാധാരണ മനുഷ്യനില്ല. അത് നിങ്ങൾക്ക് നാളെ മഹ്ശറിൽ കാണും. ഞാൻ പറയുന്നത് ഓരോ കാര്യം വീട്ടിൽ വന്നൊരു കാര്യങ്ങളാണ്. എന്നെ അതിലേക്ക് ആക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും. എന്തായാലും എല്ലാം നല്ല നിയത്തുണ്ടാവുമായിരിക്കും, അള്ളാഹു അലം. എന്നാൽ പറയാ ജിന്നിനെ അധീനപ്പെടുത്താൻ പറ്റും. ഞാൻ ചോദിച്ചല്ല, അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മോജിസത്തല്ലേ? എന്നാലും അത് പറ്റുമെന്നാണല്ലോ തരിക്കും. ശരി, അതെന്തെങ്കിലും ചെയ്തോട്ടെ. ഇനി ഇബ്ലീസ് നമ്മളെ തെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരും വ്യഭിചരിപ്പിക്കുക അല്ലെങ്കിൽ കള്ളു കുടിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണ് എളുപ്പമായിരുന്നു. നാളെ പരലോകത്ത് വെച്ച് പറയാൻ റബ്ബേ ഞാൻ എന്ത് ചെയ്യാനാണ്, നീ എന്നെ ഒരു കരീനെ ഏർപ്പെടുത്തി, ഒരു ജിന്നിനെ ഏർപ്പെടുത്തി, ആ ജിന്ന് എന്നോട് എല്ലാം ചെയ്യിപ്പിച്ച്, നീ ആ ജിന്നിനെ ശിക്ഷ കൊടുത്താൽ മതി എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ചാൽ സൂറത്തുൽ ഇബ്രാഹിം 14-ാമത്തെ സൂറത്തിൽ 22-ാമത്തെ വചനത്തിൽ ഇബ്ലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദത്തം ദാ സത്യം വന്നു, ഞാൻ എൻ്റെ വാഗ്ദാനം ഞാൻ ലംഘിക്കുന്നു, ഞാൻ നിന്നെ ക്ഷമിച്ചിട്ട് മാത്രമേ ഉള്ളൂ, നീ അതനുസരിച്ച് ഇനി നീ നിന്റെ പാട്ടിനയക്കുവോ? ഇബ്ലീസ് അവിടെ പറയുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് കാണിച്ചു തരിക ഖുർആനില്. ഈ ഖുർആൻ നമ്മളെ ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് അത് വിശ്വസിക്കാൻ എന്താണ് നമ്മൾക്ക് മടി? എന്തുകൊണ്ട്? അല്ലാഹു അലം, എനിക്കറിയില്ല. എന്നാൽ ഇബ്ലീസ് അവിടെ പറയുന്നു വമാ ഖാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിന്റെ മേത്ത് ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ഇബ്ലീസ് പച്ചയായ നാൾ അവിടെ പറയുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് എന്തൊക്കെയാണ് പറയുന്നത്? ഇബ്ലീസിനെ അടിച്ചു വീഴ്ത്താൻ പറ്റും, കൊല്ലാൻ പറ്റും, രോഗമുണ്ടാക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റാൻ ഇബ്ലീസിന്? നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ് നടക്കുന്ന സഹോദരന്മാരെ? വേറെ എന്നുള്ളതാണ് ജിന്നുകൾക്ക് രോഗമുണ്ടാക്കാൻ പറ്റുമോ? സൂറത്ത് ശുഅറയിലെ 80-ാമത്തെ വചനത്തിൽ പറഞ്ഞു
മരിൽതു ഫഹുവ യശ്ഫീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന, എനിക്ക് രോഗം ബാധിച്ചാൽ, ജിന്നുകൾ ഉണ്ടാക്കുകയല്ല, എനിക്ക് രോഗം ബാധിച്ചാൽ അള്ളാഹു ഷിഫയാക്കുന്നു, അള്ളാഹുയാണ് ഷിഫയാക്കുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ പള്ളിയിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഒരു പാമ്പ് കടിച്ച് ഒരു സ്ത്രീ മരിച്ച ചരിത്രം അനുഭവം പറഞ്ഞു. അത് വലിയൊരു പ്രശ്നമായി മാറി. അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് എനിക്ക് ഫോൺ വഴി മെയിൽ ആരാണിട്ട് അവർ കണ്ടുപിടിച്ചു പോലും ഇത് സലഫി അല്ലാതെ സുന്നിയാണ്. ഇവിടെ നിന്ന് അപ്പോഴത്തേക്കും വയനാട് നിന്ന് വിശദീകരണ യോഗം കഴിഞ്ഞ ശേഷം ഇവിടുത്തെ മുജാഹിദുകൾ പറഞ്ഞു, ഇല്ല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് മറ്റേ പാർട്ടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. സഹോദരന്മാർ, ഞാൻ പറയുന്ന കളവല്ല. ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങൾ എവിടെ വെച്ച് പണ്ഡിതന്മാരെ മുമ്പിൽ വെച്ച് അവരെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞുതരാം. ഇന്ന സാധനം പ്രസംഗിച്ച് എന്നെ ഡോക്ടറായി എന്നെ ഒരു മനുഷ്യൻ വന്ന് മന്ത്രിച്ചു, റുഖ്യ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വചനം ഞാൻ ഓർക്കുക, നമ്മളും മടവൂരികളും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി പഴയ മുജാഹിദ് ഏതാണെന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ സുന്നി കുടുംബത്തിലാണ് വന്ന ഈ മന്ത്രവും എല്ലാം കണ്ട് വന്ന് ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ പറയുന്ന എന്നെ മന്ത്രിച്ചിട്ട് പറഞ്ഞു മരുന്ന് കഴിക്കണ്ട. എന്താ സഹോദരന്മാർ, അതും ജിന്ന് വെറും മാനസിക രോഗം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതെന്താ അങ്ങനെ ഒരു മാനസിക രോഗം മാത്രം? എന്തുകൊണ്ട് നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിക്കൂടാ? ഫീ സുദൂരിന്നാസ് എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട് സഹോദരൻ? ഇസ്ലാം നമ്മുടെ ശാസ്ത്രം എത്രയോ പുരോഗമിച്ചു പോവാ. ഭ്രാന്തിന് എന്തൊക്കെ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. ഒരുപാട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൽ കുറവ്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇംബാലൻസ് ആകുമ്പോൾ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഇസ്ലാം പറയാണ് ഇതൊക്കെ ജിന്ന് വർഗത്തിൽപ്പെട്ടുണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്ട് ജിന്ന് രോഗം ഉണ്ടാക്കുകയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വൻ തർഹമുർ റാഹിമീൻ എന്ന് പറഞ്ഞു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് അങ്ങ് സുഖമായിട്ട് കിടക്കും. ഇബ്ലീസിന് എന്താ ഭ്രാന്താണോ? നമ്മൾക്ക് ഭ്രാന്തുള്ളൂ, ഇബ്ലീസിന് ഒരിക്കലും ഭ്രാന്തില്ല. രോഗമുണ്ടാക്കിയിട്ട് നമ്മളൊക്കെ എന്താവും? നമ്മളൊക്കെ ക്ഷമിക്കും. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരും, ദർജ തരും, പല ദർജ തരും. ഇത് ഞാൻ ഒരിക്കലും ഒരു സുഹൃത്തിനടുത്ത് പറഞ്ഞു. ഒരു യുവാവ് എൻ്റെ വീട്ടിൽ കയറി വന്നു. അദ്ദേഹത്തിന് ഒരു മാനസിക കുറേ പ്രശ്നം. അദ്ദേഹം രാവിലെ സ്വബൈക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അത് മാത്രമേ പ്രശ്നം. സ്വബൈക്ക് എപ്പോഴും അടിച്ച് വീണ് എന്തൊക്കെയോ മേത്തൊക്കെ പറ്റി 9 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നുള്ളൂ ഡോക്ടറെ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് മാനസിക കുറേ പ്രശ്നം. ഞാൻ ചോദിച്ചു, ഇന്ന നാളെ പ്രസംഗം കേൾക്കാറുണ്ടോ? കേൾക്കണം. ഞാൻ കുറേ പറഞ്ഞു ജിന്ന് രോഗമുണ്ടാക്കില്ല. അപ്പം അതേ കുറേ പറഞ്ഞു. ഞാൻ ഇതും പറഞ്ഞു, ജിന്നുകൾ രോഗം ഉണ്ടാക്കി നമ്മളെ സ്വർഗത്തിലേക്ക് തള്ളുമോ? അപ്പം അദ്ദേഹം പറഞ്ഞൊരു വചനം, അങ്ങനല്ല ഡോക്ടറെ, അഥവാ ജിന്ന മറ്റും എന്നെ സൂയിസൈഡ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ജിന്ന് സന്തോഷമാവൂലേ? അദ്ദേഹത്തിന് സൂയിസൈഡൽ ഐഡിയാസ് വന്നു. അദ്ദേഹത്തിന് സൂയിസൈഡിൻ്റെ ടെൻഡൻസി, മാനസിക രോഗം. ഞാൻ ഉടനെ വിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വേഗം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിക്കോളൂ. ഇതാണ് അള്ളാഹുവിൻ്റെ ഖദർക്കുള്ള ഈമാൻ നല്ല സ്ട്രോങ് ആക്കുന്നതിന് പകരം പഠിപ്പിച്ചു കൊടുത്തതാണ്. ജിന്നുകൾ എന്നെ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യിപ്പിച്ച് നരകത്തിലേക്കാക്കുമോ? ഇതാണ് കുട്ടികൾ, ചെറുപ്പക്കാർ. പാവം അദ്ദേഹത്തിൻ്റെ ബാപ്പ പഴയ മുജാഹിദ്, അദ്ദേഹം വിഷമിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഈ കുട്ടീനെ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫയാക്കി കൊടുക്കട്ടെ ഈ കുട്ടിക്ക്. അത്രയ്ക്ക് വിഷമ സഹോദരന്മാരെ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിച്ചു, ഡോക്ടറിന് ഈ രോഗം ജിന്ന് കൊണ്ട് എല്ലാം എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന്. ഇപ്പം ചോദ്യങ്ങളൊക്കെ വളരെ പഴയ സുന്നി സഹോദരന്മാർ ചോദിക്കുന്ന അതേ ലെവലിലേക്ക് നമ്മൾ താഴ്ന്നു തുടങ്ങി. ജിന്ന് കൊണ്ട് എല്ലാം എന്ന് തെളിയിക്കാൻ പറ്റുമോ? നമ്മളെ സുന്നി സഹോദരന്മാർ പണ്ട് ചോദിച്ചിരുന്നു. അതായത് മൗലൂദ് നമ്മളെ സഹാബികൾ ഓതിയിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റും. ഇല്ലാത്ത കാര്യം തെളിയിക്കാൻ പറ്റുമോ സഹോദരന്മാരെ? മൊയ്തീൻ പള്ളിയിൽ പാമ്പില്ല, എങ്ങനെ തെളിയിക്കാൻ പറ്റും? അത് ആണെങ്കിൽ അത് തെളിയിക്കണം, ശാസ്ത്രീയമായി തെളിയിക്കാം, നമുക്ക് തെളിയിക്കാം. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് തെളിയിക്കണം. അത്രമാത്രം പ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വരി. ഇങ്ങനെ ഒളിച്ച് എല്ലാ കുട്ടികളും വീട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇങ്ങനെ പ്രബോധനം ചെയ്ത് നടക്കില്ല. അന്തസ്സോടെ തുറന്ന് പുറത്ത് വരണം സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു, ഇബ്ലീസിന് വെറും വസ്വാസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഓതി വെച്ച അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. അള്ളാഹു പറഞ്ഞു, ജിന്ന് വർഗത്തിലെ മനുഷ്യവർഗത്തിൻ്റെ ഈ ഒസ്വാസിൽ നിന്ന് അള്ളാഹു ഞാൻ നിന്നോട് ശരണം തേടുന്നുവെന്ന്. ഈ ആയത്തിനെ പോലും ദുർവ്യാഖ്യാനിച്ചു. ഇബ്ലീസിന് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി പിടിക്കാൻ പറ്റുമ്പോഴും എന്തൊരു അപകടമാണ് സഹോദരൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറഞ്ഞു വന്നാസ്. മനുഷ്യന്മാരെന്തായാലും ഒരു ഹൃദയത്തിലേക്ക് കയറി നിൽക്കൂല. ഞാൻ പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ഒക്കെ കണ്ടതാണ്. ഒരുപാട് രോഗികളുടെ ഹാർട്ട് അതിനുള്ള മനുഷ്യന്മാരൊന്നും ഒളിച്ചിക്കൂല. അപ്പം പറയാണ് ദുർവ്യാഖ്യാനിക്കുക, അത് ഹൃദയത്തിലേക്ക് ഇബ്ലീസ് നിൽക്കാൻ പറ്റുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസ് പറഞ്ഞു, നിങ്ങൾ കേൾക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി അല്ലദീ റദ്ദ ഖൈദഹു ഇലൽ വസ്വസതി. ഇത് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു കസീർ നിന്നാണ് കിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് നോക്കുക. ഇബ്നു കസീർ, ഞാൻ വെറുതെ പറയുന്നല്ലേ, ഇതിപ്പം അൽബാനി സഹിയാക്കിയിട്ടുണ്ടോ ഇല്ല അല്ലാഹു അലം, എനിക്കറിയില്ല. ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു മഹാൻ, അല്ലാഹു മഹാൻ, എല്ലാ സ്തുതിയും അല്ലാഹുവിന്. ഇബ്ലീസിന്റെ കുതന്ത്രം വെറും വസ്വാസം മാത്രമാക്കിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചരാ. അത് വെറും ഒരു വസ്വാസം മാത്രമാക്കിയതിന് അല്ലാഹുവേ നിനക്ക് സ്തുതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, അബൂ ദാവൂദിലെ ഹദീസ്. ഇബ്നു കസീറിലെ ഫലക്കുൻ നാസുന്റെ ചാപ്റ്ററിൽ നിങ്ങൾ ഇതിന്റെ തഫ്സീർ നോക്കിയാൽ മതി. വേറെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്ലീസിനടുത്ത് സംസാരിക്കുന്ന ഒരു രംഗം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾക്കാർക്കും സംസാരിക്കാൻ പറ്റില്ല, അതൊരു മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇബ്ലീസിന്റെ സംസാരിക്കുന്നതാണ്, ഞാൻ നിന്നെ തൊട്ടടുത്ത് കാണുന്നില്ല, പക്ഷെ ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും ശരണം തേടുന്നു. അപ്പോൾ ഇബ്ലീസ് പറയും, നീ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, ഇങ്ങനെയാണ് നിനക്ക് എന്നോട് രക്ഷപ്പെടാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇബ്ലീസിനടുത്ത് ചോദിക്കൂ, നീ എങ്ങനെയാണ് ആദമിന്റെ സന്തതികളെ അധീനപ്പെടുത്തുന്നത്? അപ്പം ഇബ്ലീസ് പറയും, അവന്റെ വിഷമത്തിന്റെയും സന്തോഷത്തിന്റെ അവസരം ഞാൻ ഒസ്വാസ് ഉണ്ടാക്കി കൊടുക്കും. വിഷമിക്കുമ്പോൾ നമ്മൾ വളരെ വിഷമിച്ച് നമ്മൾക്ക് വേണ്ടാത്ത വികാരമൊക്കെ തോന്നിക്കും. വന്നി മസ്സനി ദുർറു വന്ത അർഹമുർ റാഹിമീൻ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. രോഗം ബാധിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈമാൻ മോശമാവും, കുറയും, വിശ്വാസം ഉണ്ടാക്കി തരും, ഒരുപാട് വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വരും. അത്ര ഇബ്ലീസിന് പറ്റുള്ളൂ. പക്ഷെ നല്ലൊരു വിശ്വാസിക്ക് എപ്പോഴും കരുത്തുണ്ടാവും. അല്ലാഹു വന്ത അർഹമുർ റാഹിമീൻ എന്ന് പറയും. അതേപോലെ സന്തോഷത്തിന്റെ അവസ്ഥയിൽ കിബിർ കൂടി വരും. സമ്പത്തും അനുയായികളും ഒരുപാട് സ്റ്റേജുകളൊക്കെ കേടി വരും, കിബിർ കൂടി വരും. അതന്നെയാണ് ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇബ്ലീസ് ഒസ്വാസ് ഉണ്ടാക്കിയിട്ട് തന്നെ ദുനിയാവിൽ ഒരുപാട് ഫിത്ന. ഇനി അടിച്ചു വീഴ്ത്താനും കൊല്ലാനും രോഗമുണ്ടാക്കാനൊക്കെ പറ്റിയാൽ എന്തായിരിക്കും ഈ ഭൂമിയുടെ അവസ്ഥ അല്ലേ? വേറൊരു വിഷയം ഉള്ളത്, ഇബ്ലീസിന്റെ 2 അന്ധവിശ്വാസങ്ങൾ സലഫികളുടെ ഇടയിൽ കയറിക്കൂടി വരികയാണ്. ഈ നോമ്പിന് പോലും എൻ്റെ 2 സുഹൃത്തുക്കൾ വീട്ടിൽ വന്നിട്ട് 1.5 മണിക്കൂർ ഇതിന് പിന്നാലെ സംസാരം. ഞാൻ എൻ്റെ അവസാനം നിർത്തിച്ചു, ദയവ് ചെയ്തതിന് ഞാൻ സംസാരിക്കാനില്ല, എനിക്കൊന്നാമത് വാക്ക് തർക്കങ്ങൾ ഇഷ്ടമല്ല. 2 വിശ്വാസം ഇപ്പോൾ സംസാരിച്ച് എവിടെ എത്തിയെന്നറിയോ? സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിച്ചാലാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്ന 2ാമത്തെ ഭാഗം പൂർണ്ണമാവുമെന്ന് അവിടെ എത്തി. കണ്ണീർ കൊള്ളും എന്ന് വിശ്വസിച്ചാലാണ് അത് നമ്മൾക്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലിന്റെ ഭാഗമായിട്ട് മാറുമെന്നാണ് അവർ വാദിച്ചെടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, ഏറ്റവും വലിയ വൻ മഹാപാപം നമ്മൾക്കറിയാം, ഷിർക്ക് അല്ലേ? ഒരു വിഗ്രഹം നമ്മുടെ വീട്ടിലുണ്ട്, അല്ല എൻ്റെ കയ്യിൽ ഉറുക്കുകയില്ല സൈക്കിൾ, ഇതൊക്കെ കെട്ടുമ്പോൾ ഞാൻ എന്താ വിശ്വസിക്കുന്നത്? അത് ATM കാർഡ് എന്നുള്ള പൈസ തരും വിശ്വസിക്കുന്നുണ്ടോ? ഒരു വിഗ്രഹം നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഒരിക്കലുമില്ല. ഞാൻ വിഗ്രഹത്തോട് സഹായം തേടുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഷിർക്ക് ഐക്കലേലസൊക്കെ കെട്ടും ഞാൻ എന്താ വിശ്വസിക്കുന്നത്? ഇത് കെട്ടിയാൽ എനിക്ക് അഭൗതികമായിട്ട് അദൃശ്യമായിട്ട് എൻ്റെ രോഗം മാറും, എനിക്ക് സമ്പത്ത് ലഭിക്കും, എനിക്ക് ഐശ്വര്യം ലഭിക്കും എന്നുള്ള അഭൗതികമായിട്ടുള്ളൊരു നേട്ടം, ഇത് ഉപകാരം ചെയ്യപ്പെടും എന്നുള്ളൊരു വിശ്വാസമാണ് ഷിർക്ക്. അതാണ് വൻ മഹാപാപം. 2ാമത്തെ വൻ മഹാപാപം അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പഠിപ്പിക്കുന്ന സിഹറാണ്. അദ്ദേഹം ചോദിക്കാൻ, സിഹർ അങ്ങനെയാണ് ഫലിക്കില്ലെന്ന്. അങ്ങനെ അതിനർത്ഥം സിഹർ ഫലിക്കുമെന്നല്ല, എന്താണ് സംഭവിക്കുന്നത്? ഒരു വിഗ്രഹം ഒരു മന്ത്രിച്ച നൂല് എൻ്റെ വീട്ടിനെ മുറ്റത്തിട്ട് കിണറ്റിലിട്ട് അത് എന്നെ അഭൗതികമായിട്ട് എന്നെ ഉപദ്രവിക്കും. ഇത് രണ്ടും എങ്ങനെ സംഭവിക്കാം? ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഉപദ്രവിക്കാനും പറ്റില്ല. ഒരു നൂല് മന്ത്രിച്ചൂരി എൻ്റെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ രോഗം മാറൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, മുജാഹിദുകൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതേ മന്ത്രിച്ച നൂലിൻ്റെ വീട്ടിന്റെ മുറ്റത്തോ കിണറ്റിലോ ഇട്ട് അതിന് ഉപദ്രവിക്കാൻ പറ്റില്ല. എന്തൊരു അപകടമാണ് പറയുന്നത്. ഇതിപ്പം വിശ്വസിച്ചാലേ വളരെ ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. അപ്പം തന്നെ ഒരുപാട് ഹദീസ് എടുത്തിട്ടും ഖുർആന്റെ ആയത്തുകൾക്കൊന്നും വിലയില്ലാതായി പോകുന്നു. വളരെ വിഷമത്തോട് പറയാണ് സഹോദരന്മാർ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു അവിശ്വാസി, ബഹുദൈവ വിശ്വാസികൾക്കുള്ള വിശ്വാസം ഒരു തൗഹീദുള്ള ഒരു മുസ്ലിമിനുള്ള വിശ്വാസം ഒന്നാവുമോ? കർമ്മങ്ങൾ ചിലപ്പോൾ സാമ്യത ഉണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന് പറഞ്ഞു. നമ്മൾ മുൻപിൽ ജനത ജൂതന്മാർക്ക്, ക്രിസ്ത്യാനികൾക്ക് തീർത്ഥാടനം ഉണ്ടാവും, നമസ്കാരം ഉണ്ടാവും, സക്കാത്ത് ഉണ്ടാവും, ഹജ്ജ്, അത് വേറെ പല രൂപത്തിലും അവർക്ക് ഉണ്ടായേക്കാം. എന്നാൽ വിശ്വാസം ഒരേപോലെ ആവുമോ? തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ, ബഹുദൈവ വിശ്വാസിയുള്ള ഒരു മനുഷ്യൻ, രണ്ടുപേർക്കും വിശ്വാസം ഒന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾക്കൊരു 13 നമ്പറിനെ പറ്റി ബേജാറാവണ്ട. എന്തൊരു സന്തോഷമാണ് അല്ലേ? എല്ലാ മാസത്തിലും 13 നമ്പറുണ്ട്, നമ്മൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഒരു പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ചൂല് കണ്ടാൽ ഒരു മുവഹിദിന് പേടിക്കണ്ട. ഒരു പട്ടി അല്ലെങ്കിൽ കറുത്ത പൂച്ച, മരിച്ചു കിടക്കുന്ന എലി, ഇതൊന്നും കണ്ടാൽ നമ്മൾക്കൊരു ഭയമില്ല. എന്തൊരു സമാധാനാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞ് വണ്ടിയിൽ അങ്ങ് കയറും. സമാധാനമാണ് സഹോദരൻ, സമാധാനം, നിർഭയത്താണ് നമ്മൾക്ക്. ഇതിന് അഭൗതികമായിട്ട് എനിക്കും ആർക്കും ഒന്നും ഉപദ്രവം ചെയ്യാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് എനിക്ക് വിധിച്ചത് അത് മാത്രമേ നടക്കുള്ളൂ. എന്തൊരു സമാധാനം, എന്തൊരു ആശ്വാസമാണ് നമുക്ക് ജീവിക്കാൻ, ഒരു മുസ്ലിമായി ജീവിക്കാൻ. എന്തൊരു സമാധാന സഹോദരന്മാരെ. പക്ഷെ ഇപ്പം നോക്ക്, അതേപോലെ തന്നെ ഒരു അമുസ്ലിമായ ഹിന്ദു വിശ്വസിക്കുന്ന മരണം ബാധിക്കും.
മരണം അല്ലേ? ഒരു തീ കത്തിച്ച് ഒരുപാട് ഇബിലീസിനാക്കി മറ്റേയുള്ള ശരീരത്തിൽ കയറ്റ ശരീരത്തിൽ അടിച്ചിങ്ങനെ ഇറക്കുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പല സ്ഥലത്തുമായിട്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾക്കും നേരെ സിഹർ ബാധിക്കുമെന്ന് വിശ്വസിക്കണമെന്ന് പോലും, അതുപോലെ തന്നെ കണ്ണേറ് കൊള്ളണമെന്ന് പോലും, കണ്ണേറ് കൊള്ളുമെന്ന് വിശ്വസിച്ചാലാണ് പശ്ചാത്തല മുഹമ്മദ് റസൂൽ പൂർത്തിയാവുള്ളെന്നാണ് അവരുടെ വാദം. എവിടെ സഹോദരന്മാർ, നമ്മൾ അമുസ്ലികൾ അതിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പറമ്പിൽ വലിയ കോലമൊക്കെ കെട്ടിയിട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ആരുടെ കണ്ണേറ് കൊള്ളോ. എനിക്കറിയാം, ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്കറിയാം, എൻ്റെ വീട്ടിൽ ഞാൻ സുന്നി കുടുംബത്തിലാണോ ജനിച്ചത്. ഈ കുടുംബത്തിൽ അവരെപ്പോഴും ഭയമാണ്, എപ്പോഴും ഭയം. മോനെ ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് കണ്ണേറുണ്ട്. അപ്പം ഞാൻ ചെറിയ മനസ്സുകൊണ്ട് ഞാൻ ഉമ്മ ചിന്തിക്കാറുണ്ട്, അല്ല ഉമ്മ, അസൂയുള്ള ആള് മറ്റേ ആളാ, അയാൾ എന്നെ അസൂയപ്പെട്ട് അയാളെയാണ് അള്ളാഹ് ശിക്ഷിക്കണ്ടേ. ഈ ചെറിയ കുട്ടിയെ എന്നെ എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത്? അനീതിയാണ് അത് അള്ളാഹിന്റെ മുമ്പിൽ, അനീതിയാണ്. അസൂയപ്പെടുന്ന ആള് അയാളല്ല ശിക്ഷിച്ചോട്ടെ, അയാളെ സൽക്കർമ്മങ്ങളെല്ലാം കാർന്ന് തിന്നു പോകുന്ന ഹദീസ് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറിയ കുട്ടിയെ എനിക്ക് രോഗം വരുത്തിയോ? ഒരാൾ എന്തൊരു നല്ല മോൻ, എന്തൊരു ഭംഗി, എന്തൊരു നല്ല മോൻ അല്ലേ, അപ്പോഴത്തേക്ക് എനിക്ക് രോഗം വരികയോ? അതെങ്ങനെ ഉമ്മ സംഭവിക്കാം? എങ്ങനെ സംഭവിക്കും? ഇത് വിശ്വസിക്കണമെന്നാണ് ഇപ്പം നമ്മുടെ സലഫി സുഹൃത്തുക്കൾ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ 3 മണിക്ക് ഒരു വലിയ പ്രാസംഗികൻ, ഒരു ദായിയാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇതിന് ആദർശമാണ് നമ്മൾക്ക് വെറുപ്പ്. ജനങ്ങളോട് മനുഷ്യന്മാർ ഒരിക്കലും വെറുപ്പില്ല. ഈ പറയുന്ന വ്യക്തികളൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവരെ വളരെ അങ്ങേയറ്റം സ്നേഹമുണ്ട്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇദ്ദേഹം 3 മണി തൊട്ട് 4:30 വരെ എൻ്റെ വീട്ടിൽ വന്നു. എന്തിനു വേണ്ടി വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, അല്ല, ഇത്രയും നാൾ നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ ഇതിനെ എതിർത്ത് പറഞ്ഞു, ഒരുപാട് പറഞ്ഞു അത് നടക്കുന്നില്ല, അത് നടക്കാത്ത കാര്യമാണ്, ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം, ഇത് നിങ്ങൾക്ക് ഞാൻ 2 വാദങ്ങൾ നിങ്ങളുടെ സമുദായത്തിൻ്റെ ലോകത്തിന് മുമ്പിൽ വെക്കുകയാണ്, നിങ്ങൾക്ക് തീരുമാനിക്കായതാണ്. അദ്ദേഹം പറയുന്നു, അല്ല, നമ്മുടെ മുജാഹിദുകൾക്കെല്ലാം തെറ്റുപറ്റി, നമ്മുടെ മുജാഹിദുകൾക്കെല്ലാം തെറ്റുപറ്റി. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഓരോ പണ്ഡിതന്മാർ പറഞ്ഞേ അവർക്ക് തെറ്റുപറ്റിയില്ല. ഈ തെറ്റ് പറ്റി എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് വഹിയുണ്ടോ? മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പം അത് കാണുന്നു. നമ്മൾക്ക് ഇത്രയും നാൾ പഠിപ്പിച്ചാന്ന് മുജാഹിദുകൾക്ക് തെറ്റ് പറ്റിയെന്നൊരു ഒരുപാട് പണ്ഡിതന്മാർ. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് തെറ്റ് പറ്റിയിട്ടില്ലേ? ഞാൻ അധികം വാക്ക് തർക്കത്തിൽ, പക്ഷെ നിങ്ങളെ മുമ്പിൽ വെക്കാം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാലോ, മക്കയും മദീനയും അവിടെ ഗൾഫ് സലഫികൾ ഒരുപാട് ഷെയ്ഖുമാർ വന്നുപോയ സ്ഥലമാണ്. അവിടെ നിങ്ങൾ ഇന്ന് TV തുറന്നു നോക്കിയാൽ മതി, ഇപ്പോഴും തറാവിയൊക്കെ 23 റക്കാത്ത് നിസ്കരിക്കുന്നുണ്ട്. 23 റക്കാത്ത് ഇപ്പോഴും നിസ്കരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ബുഖാരിയിലെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലേ അവിടുത്തെ ഷെയ്ഖുമാർക്ക്? ഇവിടുത്തെ മുജാഹിദ് പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ 23 നിസ്കരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു ഹദീസ്, സ്വഹീഹായ ഹദീസ് അവിടെ എത്തിച്ചു കൊടുത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മസ്ജിദുൻ നബവി നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടാവും. മസ്ജിദുൻ നബവി, ഞാൻ ഗൾഫ് സലഫികളെ കുറ്റപ്പെടുത്തോ കളിയാക്കി ഒന്നുമല്ല, നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രം പറയാ. മസ്ജിദുൻ നബവിയിൽ 3 മിനാരം കാണും. 3 മിനാരം. ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല, പരന്ന ഖബറാണ്. പക്ഷെ ഇതിന് മുകളിൽ മിനാരം കെട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ലഹീഫ് ഹദീസ് ഉണ്ടാവോ? തൊട്ടടുത്ത് ജന്നത്തുൽ ബക്കി പരന്നിട്ടാണല്ലോ. എന്തുകൊണ്ട് ഗൾഫ് സലഫികൾ ഇതൊന്നും കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് കണ്ടില്ലേ? നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരൊറ്റക്ക് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതാണ് അവരെ പ്രത്യേകത. അവരാരും ഒരു ഇത് ആവശ്യമില്ല, ആരുടെ സമ്പത്ത് ആവശ്യമില്ല. അവരൊറ്റക്ക് അധ്വാനിച്ച് ജോലി ചെയ്യും. കൃഷി അധ്യാപകന്മാർ, സർക്കാർ ജോലി, എന്നിട്ട് അവർ ദഅവത്ത് ചെയ്തു. അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള കരുത്തുണ്ടായിരുന്നു സമുദായത്തിന് മുന്നേ. ഇന്നിപ്പോൾ അത് നഷ്ടപ്പെട്ടു. എവിടുന്നോ സമ്പത്ത് ഒഴുകി വരുന്നുണ്ട്. അന്ധമായ വിധേയത്വം വരും. ഡോക്ടറായിട്ട് എനിക്കറിയാം, ഒരുപാട് കമ്പനികൾ സ്പോൺസർ ചെയ്യും നമ്മളെ. പല സ്ഥലത്ത് യാത്ര, ടൂർ, അവിടെ ഇവിടെ. പിന്നെ എൻ്റെ കയ്യിൽ വരുന്ന മരുന്ന് ഈ കമ്പനീൻ്റെ മാത്രമായിരിക്കും. അന്ധമായിട്ടൊരു വിധേയത്വം വരും. സമ്പത്ത് എവിടെ ഒഴുകി വരുന്നു അവിടെ വിധേയത്വം വരും. ഇന്ന് സ്വതന്ത്രമായിട്ട് പറയാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടെച്ചാൽ നമ്മുടെ നിലനിൽപ്പിനെ നമ്മൾ വേറെ പല അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് സ്റ്റേജുകൾ കിട്ടൂല, അനുയായികൾ നഷ്ടപ്പെട്ടു, പലരും എന്നെ കുറ്റപ്പെടുത്തും. ഒന്നും വേണ്ട സഹോദരന്മാരെ, റബ്ബ് മതി എന്നുള്ള വിശ്വാസം. ഒറ്റക്ക് സുഹൃത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ ഒറ്റക്ക് എൻ്റെ റബ്ബിൻ്റെ അടുത്താണ് ഞാൻ പോകാൻ പോകുന്നത്. അന്തസ്സോടെ സത്യം പറയണം. ഈ ദായി എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ദായിൻ്റെ അടുത്ത്, അല്ല അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ല? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വചനം, ഡോക്ടറെ, അത് പരസ്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ദഅവത്തിന് അപകടമാവുന്നു. അങ്ങനെയുണ്ടോ സഹോദരന്മാരെ? ഖുർആനിലെ ഏതെങ്കിലും ഒരു കാര്യം ചീത്തയായിട്ടുണ്ടാവോ? ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം മോശം, അത് പറഞ്ഞാൽ തൗഹീദ് പറയാൻ പറ്റൂല. അങ്ങനെയുണ്ടോ ഒരു ഇസ്ലാം?
ഇസ്ലാമിലെ മുഴുവൻ കാര്യം ഉസ്വത്തുൻ ഹസന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സൂറത്തുൽ ഖുർആനിൽ അഹ്സാബിൽ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞേ. ഏത് ഡയമെൻഷൻസിൽ നോക്കിയാലും ഇസ്ലാം ഭംഗിയാണ്, ഇസ്ലാം ഭംഗിയാണ്, ഇസ്ലാം സത്യമാണ്, ഇസ്ലാം സത്യം മാത്രമേ ഉള്ളൂ. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ എന്ന് സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു. അന്തസ്സുണ്ടെങ്കിൽ സത്യം തുറന്നു പറയണം, പക്ഷെ പറയാൻ പറ്റൂല, പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇങ്ങനെ രഹസ്യമായിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ കയറിയിട്ടും ഓരോ ആൾക്കാരുടെ ചെറിയ യുവാക്കളെയൊക്കെ വഴി പിടിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപകടമാണ് സഹോദരന്മാർ. ഇത് തുറന്ന് പറയുന്നതുകൊണ്ട് ഇനി ക്ഷമിക്കണം, നിങ്ങളാരും വിഷമിക്കാൻ ക്ഷമിക്കണം. സത്യം തുറന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വേറെ ഒന്നുള്ളത് അദ്ദേഹം പറയാണ്, അല്ല തഫ്സീറുകൾ ഡോക്ടറെ ഈ സിഹറിനെ പറ്റി ഹദീസിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഏത് തഫ്സീറിലെ? അപ്പം അദ്ദേഹം ഇതിന് ഈ വരുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ഇന്റർനെറ്റ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അയച്ചു. ആരുടെ തഫ്സീർ അറിയോ? അബുൽ അല മൗദൂദിയുടെ തഫ്സീർ. അബുൽ അല മൗദൂദിന്റെ തഫ്സീർ അദ്ദേഹം അയച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ മൗദൂദിനെ രാഷ്ട്രവാദം എടുക്കോ? അതില്ല. അപ്പൊ സിഹിർ വേണ്ട സമയത്ത് നമ്മൾ മൗദൂദിനെ കൂട്ടുപിടിക്കും. എന്തുകൊണ്ടറിയോ? അമാനു മൗലവി 4 വോളിയം എഴുതി, 4 ഗ്രന്ഥം എഴുതി, അതിൽ ഒരുപാട് ഭംഗിയായ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അമാനു മൗലവി ഫലക്കുൻ നാസും എഴുതിയപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ച ഹദീസ് അത് അദ്ദേഹം മാറ്റിവെച്ചു, ഭംഗിയായിട്ട് മാറ്റിവെച്ചു. എന്ത് അമാനു മൗലവിക്ക് തെറ്റുപറ്റിയോ? അമാനു മൗലവി 4 ഗ്രന്ഥം എഴുതിയ, 4 തടിച്ച ഗ്രന്ഥം അല്ലേ? എന്തുകൊണ്ട് ഈ ഹദീസ് അമാനു മൗലവി കണ്ടില്ലേ ബുഖാരി മുസ്ലിമിലുള്ളത്? എന്തുകൊണ്ട് ചിന്തിക്കണം. സെയ്ദ് കുത്തുബിന്റെ തഫ്സീറിലുണ്ട് ഫലക്കുന്നാസിന്റെ അടുത്ത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ച ഹദീസ്. എൻ്റെ കുത്തുബ് പറയാണ് ഇത് ഫലക്കുന്നാസ് അവതരിച്ച മക്കയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ച മദീനയിലും. അതൊരിക്കലും യോജിച്ചു പോകില്ല. അത് മാത്രമല്ല സനദ് ശരിയായിട്ട് വന്ന സ്വഹീഹ് ഹദീസ് വന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിത്വത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റിവെക്കുക. അതാണ് പണ്ഡിതന്മാർ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മുജാഹിദ് പണ്ഡിതന്മാർക്ക് മാത്രം തെറ്റുപറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശരി, ഞാൻ പറഞ്ഞു എൻ്റെ ബുദ്ധിക്ക് ഉള്ളതുകൊണ്ടല്ല, ഞാൻ ഇത് ബുദ്ധിക്ക് എതിരായോണ്ടല്ല ഇത് പറയുന്നത്. ബുദ്ധി പറഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോയെന്നാണ് ഇപ്പോഴത്തെ ഇത് കാഴ്ചപ്പാട്. ബുദ്ധിയല്ല. ഞാൻ ചോദിച്ചു ഖുർആന്റെ വ്യക്തമായ ആയത്തിനെതിരെ ഞാൻ ചോദിച്ചു. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, സൂറത്തു താഹയിലെ 69-ാമത്തെ വചനം. സാഹിറുകൾ വിജയിക്കില്ല. സൂറത്തുൽ ഫുർഖാൻ 25-ാമത്തെ സൂറത്തിലെ 8-ാമത്തെ വചനം. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ പിശാച് ബാധ മാരണമേറ്റൊരു വ്യക്തിയല്ലാതെ നിങ്ങൾ പിൻപറ്റില്ലെന്ന് മക്ക മുശ്രിക്കുകളുടെ വാദം. അപ്പോൾ ഒരു ദായിന്റെ ഒരു മടുക്കിയൊരു ചോദ്യമുണ്ട് സഹോദരൻ, എന്നെ വളരെ വിഷമിച്ചുപോയി. ഞാൻ ഇത്രയും നാൾ വളരെ ബഹുമാനിച്ചൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, എല്ലാ ഡോക്ടറെ ഖുർആനിൽ ഖണ്ഡിതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്ന് എവിടെയും എഴുതിയിട്ടില്ലല്ലോ. നാളെ എന്നെയും നിങ്ങളെ സഹോദരന്മാരെ പരലോകത്ത് മാശ്ശേരം നിർത്തും. എൻ്റെ ഹൃദയം തുറന്നു കാണിക്കും, എൻ്റെ ബുദ്ധി തുറന്നു കാണിക്കും. ബുദ്ധി നല്ല വിധത്തിൽ ഉപയോഗിക്കണം, അപകടമാണ് അല്ലേ? സൂറത്തുൽ ഇസ്ര 17-ാമത്തെ സൂറത്തിലെ 47-ാമത്തെ വചനം പഠിച്ചു വെക്കണം. 17-ാമത്തെ സൂറത്തിലെ 47-ാമത്തെ വചനം ഏത് തഫ്സീർ എടുത്തു പോയിട്ട് വീട്ടിൽ പോയി നോക്കൂ. എന്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്? ഖുർആൻ സിഹറല്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്, ശരിയാണ്. നബി സാഹിറല്ലെന്നും ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ സൂറത്തുൽ ഇസ്രയിൽ പറയുന്നു അവരെ രഹസ്യവേളയിൽ, ആര്? മക്ക മുശ്രിക്കുകൾ രഹസ്യവേളയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? ഈ പിശാച് ബാധയേറ്റ മനുഷ്യനാണല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന്. രഹസ്യവേളയിൽ അവർ അക്രമികളാണ്, അവർ വഴി പിഴച്ചു പോയവരാണ്, അവർ വഴി പ്രാപിക്കുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഭയപ്പാടോട് പറയാണ് സഹോദരന്മാര്, ഖുർആനിലെ ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു ബുഖാരിയൊക്കെ ഒരുപാട് വലിയ പണ്ഡിതനാണ്, ഞാൻ ഹദീസ് മുഴുവൻ വായിച്ചിട്ടുണ്ട്, ബുഖാരികളെ എല്ലാ ഫുൾ ഹദീസ് വായിച്ചു തീർത്തിട്ടുണ്ട്. വലിയ പണ്ഡിതനാണ്, ഒരുപാട് ഗവേഷണം നടത്തുക. അദ്ദേഹം ഇജ്തിഹാദ് ചെയ്ത് തെറ്റ് ചെയ്തതിന് കൂലി ഉണ്ടെന്ന് പറഞ്ഞത്. ഇജ്തിഹാദ് ചെയ്ത് ഇസ്ലാമിന് വേണ്ടി എന്ത് തെറ്റായാലും അള്ളാഹു കൂലി വെച്ചിട്ടുണ്ട്. എന്താ? അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെടുന്നത്. ശരിയായാൽ 2 കൂലി. നമ്മൾ ബുഖാരിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അതങ്ങനെ തന്നെ നിലനിൽക്കും. എന്നിട്ട് ഈ ആയത്ത് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ആയത്തിന് വിലയില്ലാതായി പോകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു വ്യാഖ്യാനമാണ്. ശാസ്ത്രീയമായിട്ട് പറയാണ്, അല്ല ഡോക്ടർ എൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വാദം. ഹിപ്നോട്ടിസം ഡോക്ടറിനൂടെ ഡോക്ടർ മറ്റും ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ വള്ളത്തിലോട്ട് നടക്കുന്ന പോലെ ഉണ്ട്. സഹോദരന്മാർ, ഹിപ്നോട്ടിസും നബീൻ്റെ സിഹറും തമ്മിൽ ഒരു ബന്ധമില്ല. ഒരു ഉറുക്കോ ചീർപ്പിലെ ഒരു സാധനം ഊതിയിട്ടിട്ട് മന്ത്രിച്ചിട്ട് കണ്ടിലിട്ടിട്ട് നബിക്ക് മാനസികമായിട്ട് രോഗം ബാധിക്കുകയാണ്. ശരി, ഇത് ഹിപ്നോട്ടിസം പറഞ്ഞ ഒരു ശാസ്ത്രീയമായ ഒരു അർത്ഥമില്ല. അപ്പം വെള്ളത്തിലോട്ട് നടക്കുന്ന പോലെ എനിക്ക് പറയണമെന്ന് തോന്നി. കഞ്ചാവ് അടിക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചാൽ ആകാശത്തോട്ട് പറക്കുന്ന പോലെ തോന്നും. ഒന്നും വേണ്ട, നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു തലവേദനയായിട്ട് പോയാൽ മതി. അവിടുത്തെ ഡോക്ടർ CT സ്കാൻ MRI ഒരുപാട് ബില്ലും അങ്ങിട്ടിട്ട് മടിഞ്ഞത്തേക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ല. ഭൂമിയെ തോന്നൂല ഭൂമിയാണോ ബില്ല് കണ്ടാൽ. ഹിപ്നോട്ടിസം സിഹറുമായിട്ട് സഹോദരൻ ഒരിക്കലും ബന്ധപ്പെടുത്തരുത്. ശരി, അദ്ദേഹത്തിന്റെ വാദം ജിന്നുകളെ മനുഷ്യന്
മനുഷ്യന്മാർക്ക് ജിന്നിനെ അധീനപ്പെടുത്താൻ പറ്റുമെന്ന് അദ്ദേഹത്തിൻ്റെ വാദം. ശരി, അത് ചെയ്തോട്ടെ. ഞാൻ നേരെ തലതിരിച്ചു പറഞ്ഞു, ജിന്നുകൾക്ക് മനുഷ്യനെ അധീനപ്പെടുത്താൻ പറ്റും. ഞാനപ്പം ഓരോ ആയത്ത് എടുത്ത് തുടങ്ങി. ഞാൻ ഖുറാൻ എൻ്റെ തൊട്ടടുത്ത് ചെറിയ മുണ്ടത്തിൻ്റെ തഫ്സീറും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് സിറ്റിംഗ് ഹോളിൽ. അപ്പം ഞാൻ എടുത്ത് തുടങ്ങിയപ്പം ഡോക്ടറെ അവിടെ നിൽക്ക് ബക്കറയിൽ 275 എടുക്കുന്നത്. അത് എല്ലാം റെഡിയാണ്, ആൻസറിങ് ആയത്ത് ഫുൾ അറിയാം, 275 എടുക്കുമെന്ന്. അപ്പം ഞാൻ നെട്ടിപ്പോയി. എല്ലാം ഞാൻ ഇത്രയും ആയത്ത് ഞാൻ കാണിച്ചു കൊടുക്കാൻ തയ്യാറപ്പം ഇല്ല, ആ ആയത്തൊക്കെ നിർത്തി വെക്കാം, നമുക്ക് 275 ചർച്ച ചെയ്യാം. അപ്പം ശരി, ഞാൻ ആയത്തെടുത്തു. അപ്പം ഞാൻ അതിൻ്റെ തഫ്സീർ ട്രാൻസ്ലേഷൻ വായിച്ചു തുടങ്ങി. വായിച്ചു നോക്കിയപ്പം ഇനിയിപ്പം അപ്പം പറഞ്ഞു, ഇല്ല ഡോക്ടർ അറബി വായിക്കി. ഞാൻ മദ്രസിനും കൂടി പോകാത്തൊരു വ്യക്തി, എന്നാലും ശരി അൽഹംദുലില്ലാ വായിച്ചു. ഒരുപാട് വായനശീലമുള്ളതുകൊണ്ട് അറബി ഓരോ പദങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും വിചാരിച്ചു. ഞാൻ വായിച്ചു തുടങ്ങി. അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. അല്ലദീന യഅകുലൂന റിബ, ഭാഷാർത്ഥം തന്നെ എടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. ഭാഷാർത്ഥം അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്നവൻ. ആരും പലിശ തിന്നോ? നിങ്ങൾ ഭാഷാ അർത്ഥം തന്നെ എടുക്കുകയാണെങ്കിൽ ആരും പലിശ തിന്നോ? സഹോദരന്മാരെ, പച്ചക്കറിയും മീനും ഇതൊക്കെ നമ്മൾ തിന്നുള്ളൂ, പലിശ തിന്നോ? ഞാൻ ഒരിക്കലും കളിയാക്കല്ല, അള്ളാഹുവെ ഒരിക്കലും കളിയാക്കല്ല. ഇദ്ദേഹം ഭാഷാ അർത്ഥം തന്നെ എടുക്കണു. എന്നിട്ട് പറയും എന്താണ്, പിശാജ് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്ന എഴുന്നേൽക്കുന്നവനെ പോലെ അല്ലാതെ എഴുന്നേൽക്കില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിശാജ് ബാധ ഏറ്റുന്നത്. എങ്ങനെയുണ്ട് സഹോദരൻ? ഒരു ആയത്തിനെ അടർത്തി എടുക്കുക, എന്നിട്ട് അതിനെ പകുതി വായിക്കുക, എന്നിട്ട് അത് ദുർവ്യാഖ്യാനിക്കാം. എവിടെ പോകും നമ്മൾ നമ്മുടെ സുന്നി സഹോദരന്മാരെ പോലെ തന്നെ അടർത്തി എടുക്കാൻ തുടങ്ങി. എന്നാൽ ഇനി മുതൽ ആരെങ്കിലും 275 വായിച്ച് ദയവ് ചെയ്തത് ഫുൾ വായിപ്പിക്കണം. എന്നിട്ട് അവസാനം എന്താ അറിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. എന്നേക്കും നരകത്തിൽ. ചെറിയ മുണ്ടും അമാനുമാലി എടുത്തു നോക്കിയാലും പലിശ തിന്നുന്നവൻ എന്നേക്കും നരകം. അങ്ങനെയാണോ നമ്മുടെ വിശ്വാസം? അങ്ങനെയാണോ വിശ്വാസം സഹോദരനെ? ശിർക്ക് ചെയ്താൽ മാത്രമല്ല എന്നേക്കുമുള്ള നരകം നമ്മുടെ വിശ്വാസമല്ലേ? അപ്പം ഒരു ആയത്ത് മാത്രം അടർത്തിയെടുത്താൽ പലതും ദുർവ്യാഖ്യാനിക്കാം ഖുർആൻ. നിങ്ങൾ നോക്കൂ, സൂറത്തിൽ ഒരാൾ പറയാ, സൂറത്ത് നിസയിലെ 43-ാമത്തെ വചനമുണ്ടല്ലോ, അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ലാ തഖറബുസ്സലാത്ത വഅൻതും സുകാറ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കള്ളു കുടിച്ച് സമീപിക്കരുത്. അതുകൊണ്ട് നാളെ ഒരാൾ പറയാ, എന്നാ ശരി നമുക്ക് യശക്ക് ശേഷം കള്ളു കുടിച്ച് സ്വഭാവത്തേക്ക് നല്ല ഫ്രഷ് ആയാൽ മതിയില്ലേ? ദുർവ്യാഖ്യാനിക്കുക സഹോദരന്മാരെ. ഖുർആൻ ഒരു അത്ര ധൈര്യം ഇവിടുന്ന് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. പറയുന്ന സാധാരണക്കാരനല്ല, സാധാരണ മനുഷ്യന്മാരെ ആരും പറയില്ല ഖുർആൻ കണ്ടിട്ടുണ്ടാവില്ല ഈ ആയത്ത്. ഇത് പറയുന്നത് എല്ലാം ആയത്തും ബൈ ഹാർട്ട് എല്ലാം അറിയുന്ന ഒരു മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ സഹോദരന്മാരെ. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വ്യാഖ്യാനിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിനൊരു ഭയം, എല്ലാം ഡോക്ടറെ ഹദീസ് നിഷേധിയാകാണ്ട് നിൽക്കാൻ. ഈ നമ്മുടെ പണ്ട് സുന്നി സഹോദരന്മാർ പറയുന്നുണ്ട്, മുജാഹിദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യന്മാരാക്കിയത് അല്ലേ? കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. സാധാരണ മനുഷ്യനെ ആരും സാധാരണ മനുഷ്യനെ ആക്കൂലല്ലേ സഹോദരൻ? ആക്കുകയാണെങ്കിൽ നമ്മളിൽ ഇവിടെ നിൽക്കുമോ? ഇല്ല, ആക്കൂല അല്ലേ? അതേപോലെ തന്നെ ഇപ്പം ഊതി വീർപ്പിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഏതെങ്കിലും ഒരു ഹദീസിനെ ചോദ്യം ചെയ്താൽ അതാ ഹദീസ് നിഷേധി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹദീസ് നിഷേധ മൊമെന്റാ. കേട്ടാ തോന്നുന്നു നാളെ തൊട്ട് നമ്മളെല്ലാം 3 റക്അത്ത് നിസ്കരിക്കാൻ പോകുന്ന അങ്ങനത്തെ ഇത് ഊതി വീർപ്പിച്ചിട്ട് പ്രാസംഗികന്മാർക്കൊരു കഴിവുണ്ട്. ഊതി വീർപ്പിച്ചിട്ട് പറയും ഇത് വലിയ ഹദീസ് നിഷേധ മൊമെന്റ്. ഞാൻ നേരെ തലതിരിച്ചു പറയുന്നു, ജൂതന്മാർ പണ്ട് തൊട്ടേ ഇട്ടതാന്ന് വ്യാജ ഹദീസുകൾ എടുത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളുണ്ട് അല്ലേ? ജൂതന്മാരുടെ പണിയാണത്. ഒരുപാട് ഹദീസ്. ഞാൻ ഒരിക്കലും ബുഖാരിൽ ഹദീസ് ജൂതന്മാരുടെ പണിയെന്ന് ഒരിക്കലും പറയുന്നില്ല, ദയവ് ക്ഷമിക്കണം, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഒരുപാട് വ്യാജ ഹദീസുകൾ ജൂതന്മാരെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ വാദം എന്താ വെച്ചാൽ ബുഖാരിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടെന്ന്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ, അല്ല ഡോക്ടറെ ബുഖാരിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടെന്ന്. ഞാൻ പറഞ്ഞ, അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞോ? 200 വർഷങ്ങൾക്ക് ശേഷം ഇതാ ഒരു വലിയ പണ്ഡിതൻ വരാൻ പോകുന്നുണ്ട്, തെറ്റ് പറ്റാത്ത പണ്ഡിതൻ, ആ പണ്ഡിതനെ പ്രൊട്ടക്ട് ചെയ്തോളൂ, അങ്ങനെ അള്ളാഹു റസൂൽ പറഞ്ഞു. സഹോദരന്മാരെ, എന്തിനു നമ്മൾ ബേജാറാന്ന്? അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് കൊടുക്കും, എന്ത് തെറ്റുകൾ ചെയ്താൽ പുറത്തു കൊടുക്കും. അത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനെത്ര വിഷമിക്കുന്നല്ലേ? ഇത് ഞാൻ പറഞ്ഞു, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട് സിൽസിലത്ത് സഹീല്, ഞാൻ 8ഓളം ഹദീസുകൾ ബുഖാരിയിലെ സഹിയായിട്ട് അംഗീകരിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയും ചെയ്തു, ഇപ്പോഴത്തെ തുടക്കക്കാർക്കുള്ള പ്രശ്നം എന്താണ്? ബുഖാരി മുസ്ലിം എന്ത് പറഞ്ഞാൽ അത് സഹി, അതിലൊരു ചോദ്യമില്ല, അതൊരു അന്ധമായിട്ട് തക്ലീദാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ അതേ അവസരത്തിൽ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് ഹദീസും തള്ളാൻ നിൽക്കണ്ട. നിങ്ങൾ പൂർണ്ണമായിട്ട് കൊള്ളാൻ നിൽക്കണ്ട, പൂർണ്ണമായിട്ട് നിങ്ങളെ ബുദ്ധിക്ക് യോജിച്ച് വെച്ച് തള്ളാൻ നിൽക്കണ്ട. ഇവിടെ പ്രശ്നം ഖുറാന്റെ കൃത്യമായ ആശയത്തിന് എതിരെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ്. ശരി, ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, അല്ല ഡോക്ടറെ, അല്ല മൗലവി, ഇത് നാളെ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഈ ഹദീസ് സഹിയല്ല. അപ്പോൾ നല്ല ഫുൾ സലതൊക്കെ പഠിച്ച അൽബാനിനെക്കാട്ടി വലിയ പണ്ഡിതൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അംഗീകരിക്കും. സഹോദരമായ അല്യവും അക്മൽതു ലക്കും ദീനക്കും എന്ന് അള്ളാഹ് പറഞ്ഞ്, ദീൻ ഒരു സ്ഥായിയായ ഒരു ഭാവമാണ്. 35 വയസ്സിലെ സിഹിർ മാരാരോഗം, സൈക്കാട്രിക് ഡിസീസും, 50 വയസ്സാമത്തേക്ക് സിഹിർ ഒരു വിശ്വാസത്തിന്റെ ഭാഗം, 75 വയസ്സാമത്തേക്ക് അദ്ദേഹത്തിന് സിഹിർ പിന്നെ അന്ധവിശ്വാസമാവും പോലും. ബുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം, എഡിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.
ഞാൻ പിന്നെ വിചാരിച്ചു ഇദ്ദേഹത്തിനകത്ത് ഈ ദീന് പഠിക്കാൻ പറ്റില്ല. ചിലപ്പം 75 വയസ്സ് മരിക്കാൻ പോകുമ്പോൾ തോന്നും അള്ളാഹ് സിഹറൊക്കെ വെറും തട്ടിപ്പരുന്നു, സിഹറൊക്കെ തട്ടിപ്പരുന്നു, ഇത് വിശ്വസിക്കാൻ പറ്റില്ല. നാളെ വന്നൂടെ, അൽബാനിന്റെ കാട്ടി വലിയ പണ്ഡിതന്മാർ വരും, എന്താ ഉറപ്പ് അല്ലേ? ക്യാമനാൾ വരെ പണ്ഡിതന്മാർ വരും. അപ്പം അവരങ്ങ് ഹദീസ് അൽബാനി ഹദീസ് ഇത് സഹിയാവില്ല പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞാൽ അയാളെ പിച്ച് ചീന്തി പറയും. വളരെ വിഷമ സഹോദരൻ. സാധാരണക്കാരും പോലും, ഈ അടുത്ത് പോലും ഒരുപാട് ആൾക്കാരായിട്ട് ഇടപെടുന്ന ആളാണ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. അതുകൊണ്ട് പറയുന്നതാണ്, സാധാരണക്കാരും പോലും നിങ്ങൾ ഇങ്ങനെ പച്ചയായിട്ട് പണ്ഡിതന്മാരെ കുറ്റപ്പെടുന്ന ഒരു പ്രവണത, ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് പറയുന്നതിന് മുമ്പ് ബുഖാരി ഒന്ന് മുഴുവൻ അറ്റ്ലീസ്റ്റ് വായിച്ചു തീർക്കുക. അറ്റ്ലീസ്റ്റ് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഇനി സംശയം ഉണ്ടാവും പലവർക്ക്. ശരി, അങ്ങനെയാണ് സിഹർ ഫലിക്കുന്നുണ്ടോ എന്നാണ്. സിഹർ ഫലിക്കുന്ന നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ സിഹർ ഫലിക്കുമെന്നുള്ള അന്ധവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് വിചാരിച്ചോളൂ. വീട്ടിൽ പുറത്തിരിക്കുമ്പോൾ ഒരു മുട്ട അത് കണ്ടുവരുമ്പോഴത്തേക്ക് കുട്ടി ടെറസുമെന്ന് അങ്ങ് വീണ്. ആരോ 2 കാര്യം തുടങ്ങി. 1 ഭയം, 2 സംശയം. ഈ അടുത്ത് പോലും എൻ്റെ ഡോക്ടറിൻ്റെ സുഹൃത്ത്, എൻ്റെ ഡോക്ടർ പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് നല്ല സലഫിയ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഇടിഞ്ഞു വീണു. അപ്പോൾ ബിസിനസ് തകർന്നു. എന്നിട്ട് അദ്ദേഹം പറയാ, അദ്ദേഹത്തിന് സംശയം ആരറിയോ? തൊട്ട അയൽവാസിയാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസ ബന്ധം വളരെ പവിത്രത കൽപ്പിച്ചത്. സ്വന്തം അയൽവാസിയെ സംശയിക്കാൻ തുടങ്ങി. ഈ അയൽവാസിയാണ് എനിക്ക് സിഹർ ചെയ്തിട്ട് എൻ്റെ ബിസിനസ് തകർന്നു പോയി പോലും. സംശയം തുടങ്ങി, സിഹർ ഫലിക്കും. എന്താ? അപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊന്നും ഫലിക്കുകയും ചെയ്യില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഡോക്ടറെ നബിക്ക് ഫലിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന സഹോദരന്മാരെ, ഭയം, സംശയം ഈ പാവം സലഫികൾക്ക് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചിട്ട് മാറി വരികയാണ് അല്ലേ? ശരി, അപ്പോൾ നമ്മൾ മകള് പെട്ടെന്ന് ടെറസ്മെന്ന് വീണു. ഈ സിഹർ ഫലിക്കുന്ന വിശ്വാസം ഈ മകളെ എടുത്ത് ഇങ്ങനെ പോയി. പെട്ടെന്ന് ആക്സിഡന്റ് ആയി. ഇദ്ദേഹത്തിന് ഭയം തുടങ്ങി, മനസ്സിൽ ഭയം തുടങ്ങി. ഇതാരോ സിഹർ മാരണം ചെയ്തിന്. ഇദ്ദേഹം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി എത്തുന്നു. അതാ ഹിസ്റ്റീരിയ ബാധിക്കുന്നു, തളർന്നു വീഴുന്നു. ഇദ്ദേഹത്തിനും സിഹർ ചെയ്ത ആൾക്കും വിശ്വസിച്ചു അത് സിഹർ ഫലിക്കും. ഞാനും നിങ്ങളും എന്താ കണ്ടാ ചെയ്യുക? നമ്മളെ മോളെടുത്ത് വേഗം കൊണ്ടുപോയിട്ട് ഓടും വേഗം നമ്മൾ നോക്കുക, എന്താ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരുപാട് ദർജ വർദ്ധിപ്പിച്ചിരും, എന്നെ പരീക്ഷിക്കുകയാണ്, എൻ്റെ പാപങ്ങൾ പുറത്തരും, എൻ്റെ ഈമാൻ വർദ്ധിപ്പിച്ചിരുന്ന ഞാൻ വിശ്വസിക്കുള്ളൂ. മടങ്ങി വന്ന് മുട്ട നോക്കും. അതിലാരെങ്കിലും ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ച് നോക്കും. എന്ന് വെച്ചാൽ ശത്രുക്കൾ കൂടിയിരുന്ന സമയം അസൂയാക്കളുടെ അസൂയ ഉണ്ടാവും. എന്തെങ്കിലും കുത്തിവെച്ചിട്ട് നോക്കും. ഇല്ലെങ്കിലും ഞാനത് മുട്ട പുഴുങ്ങി തിന്നും. അപ്പം അന്ധവിശ്വാസം ആര് മനസ്സിൽ കരുത്തി കൂടിയോ അവർക്ക് മാനസിക രോഗം തുടങ്ങും. അല്ലാണ്ട് സിഹർ ഫലിക്കുന്നല്ല. ദയവ് ചെയ്ത് നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ചെറിയ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, മോനെ ഒരു മന്ത്രിച്ച് ഊതിയ നൂല് വീട്ടിൻ്റെ മുറ്റത്തിട്ട മോന് രോഗം വരുമോ? ശുദ്ധ പ്രകൃതിയോടുള്ള കുട്ടീൻ്റെ അടുത്ത്, ഒരു 5 വയസ്സിൽ സംസാരിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്ക്. അത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് അന്ധവിശ്വാസമായി മാറി. പിന്നുള്ളത് സഹോദരന്മാരെ, കണ്ണേറിൻ്റെ വിദ്യ. ഈ 2 സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടറെ കണ്ണേറ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കുന്നത് വിലക്കി പോലും. മണ്ണ് വാരിയെടുത്തെറിയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, നമ്മുടെ മനസ്സിൽ കിബർ വരണ്ട. ഞാൻ നിങ്ങളാരെയും പ്രശംസിച്ചാൽ നിങ്ങൾ എൻ്റെ വായിലേക്ക് മണ്ണെറിയണം. എന്തുകൊണ്ടാ? നിങ്ങളുടെ മനസ്സിൽ കിബർ വരാതിരിക്കാനാണ്. അല്ലാണ്ട് കണ്ണേറിങ്ങനെ കൊള്ളുമല്ല. സഹോദരന്മാർ, കണ്ണേറാൻ മറ്റും കൊള്ളുവാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് കേരളത്തിൽ ഒറ്റ സമ്മേളനം നടക്കൂല. ഉദ്ഘാടന സമയത്തിന് നമ്മുടെ പ്രസിഡന്റ് ആദ്യം നമ്മുടെ സംഘടനയെ പറ്റി ഒരുപാട് പൊക്കി പറയും. പിന്നെ നമ്മുടെ സെക്രട്ടറിക്ക് ജനസാഗരം കണ്ടിട്ട് കണ്ണീരിങ്ങനെ വരും, ഭയങ്കര പ്രശംസിക്കും. പിന്നെ നമ്മൾക്ക് ഉദ്ഘാടന ചടങ്ങിനെത്തിയ എല്ലാ മന്ത്രിമാരും നമ്മുടെ സംഘടനയെ പറ്റി നല്ലതേ പറയുള്ളൂ, ചീത്ത പറയൂല. അപ്പം തന്നെ സംഘടന വിളിഞ്ഞു പോകും, സ്റ്റേജ് ഇടിഞ്ഞു പോകുന്നു, എല്ലാവർക്കും രോഗം സംഭവിക്കുന്നു. വലിയൊരു സംഭവം കണ്ണേറ്. എന്തൊരു സുഖമസ്ഥ. അങ്ങനെയാണ് എല്ലാവരും കൂടി ഇസ്രായേലിൻ്റെ ദിവസം രാവിലെ ഇസ്രായേലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ജൂതന്മാർ എന്തൊക്കെ കഴിവുകളെ നേടിയെടുത്ത സഹോദരന്മാർ, എന്തൊക്കെ എവിടെ എത്തി ജൂതന്മാരെ പറ്റി പൊക്കി എല്ലാവരും പറയും. എന്നാലെങ്കിലും പലസ്തീന രക്ഷപ്പെടും. ഇത് വിശ്വസിക്കണ്ടല്ലോ സഹോദരന്മാർ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഖുർആൻ ഒന്നും പറയാതെ ഇവർക്കത് വിശ്വാസമുണ്ട്. അപകടമാണ് സഹോദരന്മാരെ. എന്നാൽ ഇപ്പോൾ പറയുന്ന വെച്ചാൽ ഇതിൽ അഭൗതികത ഒന്നുമില്ല എന്നാണ്. പറയുന്നത്. അപ്പം പിന്നെ കണ്ണേറ് കൊണ്ടാൽ പിന്നെ വഹി വേണം. എന്തിനാ പറയുന്നത്? കണ്ണേറ് കൊണ്ടത് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് വഹി വേണം. പക്ഷെ കണ്ണേറ് കൊള്ളുന്നത് അഭൗതികമല്ല. എന്തൊക്കെ ഒരുപാട് ന്യായങ്ങളാ സഹോദരൻ, ഒരുപാട് വാദങ്ങൾ. പിന്നെ വേറെ ഒന്നുള്ളത് സഹോദരന്മാരെ, കണ്ണേറ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കണ്ണേറും സിഹറും പറഞ്ഞ സമയത്തൊക്കെ ഇവർ ഒരു കാര്യം കൊണ്ടുവരാറുണ്ട്. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വരില്ല. കദർ കഥ, അള്ളാൻ്റെ കദർ കഥ കൊണ്ടുവരുന്നൊരു വിഷയം. എല്ലാ കാര്യത്തിനും അള്ളാൻ്റെ കദർ കഥ ഉണ്ട് സഹോദരന്മാരെ. എത്രയോ ഭൂരിപക്ഷ ജനങ്ങളെ ഇബ്ലീസ് അങ്ങ് നരകത്തിൽ കൊണ്ടുപോകുമ്പോൾ അള്ളാൻ്റെ കദർ കഥ ഉണ്ട്. നമ്മൾ ഒരു 5 നേരം നിസ്കരിക്കാൻ പലിശ തിന്നുന്നവനും അപ്പോഴും കദർ കഥ ഉണ്ട്. കണ്ണേറ് കൊള്ളുമ്പോൾ മാത്രം അള്ളാൻ്റെ കദർ കഥ പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെ ഒരു വാദം ഉണ്ടോ?
അല്ലേ? ഇബ്ലീസിന് എന്തെങ്കിലും കഴിവ് കൊടുത്തിട്ട് സഹോദരൻ അതൊക്കെ ഉപയോഗിക്കാതിരിക്കുമോ? നമ്മളെ വഴി പിടിപ്പിക്കാൻ നിൽക്കില്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, വളരെ വിഷമിച്ചാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാൻ വരുന്നത് സുന്നി കുടുംബത്തിലാണ്. ശരി, മുജാഹിദുകൾ കണ്ടിട്ട് ഒരുപാട് അവരെ ആശയങ്ങളും അവർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോഴും എല്ലാ വിശ്വാസം ഇതൊന്നുമല്ല അന്ധവിശ്വാസനോ, സിഹറൊന്നും കൊള്ളൂല, കണ്ണേറൊന്നും കൊള്ളൂല. ഈ അടുത്ത് പോലും ഗൾഫ് സലഫി എന്നൊരു യൂട്യൂബ്, എന്താ സംഭവം, അവിടുത്തെ പോലീസുകാർ സിഹർ ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിക്കുന്നു പോലും. സിഹിർ സാഹിറികളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ മുജാഹിദുകൾ ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ട് ഒറ്റതിന് പിടിക്കേണ്ട ആവശ്യം വന്നില്ല. എല്ലാ വീട്ടിലും നിങ്ങൾക്ക് സമാധാനം കിട്ടി, അല്ലേ? തൗഹീദിന് വെളിച്ചം വന്നപ്പോൾ ആർക്കും പേടിയില്ല. സിഹിർ ചെയ്യുന്ന ആൾക്കാരൊക്കെ സിഹിർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. മുജാഹിദുകളെല്ലാം സന്തോഷം. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആലോചിക്കണം, ചോദിക്കണം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എത്ര സാഹിറികളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര സാഹിറികളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ തന്നെ വിട്ടിട്ട് അറസ്റ്റ് ചെയ്യ്, ഐ സാഹിറിനെ അറസ്റ്റ് ചെയ്യ്, ഐ ജൂതനെ അറസ്റ്റ് ചെയ്യ്. അങ്ങനത്തെ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടോ? എനിക്ക് ഇന്ന് യൂട്യൂബിൽ അയച്ചിരിക്കുക ഗൾഫ് സലഫിസ്ന്ന് സിഹിർ. സൗദി അറേബ്യയിൽ ഇപ്പം എല്ലാ സാഹിര്യങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലും. സുബ്ഹാനല്ലാഹ്, വിശ്വാസം ശുദ്ധമായാൽ, തൗഹീദ് ശുദ്ധമായാൽ സഹോദരൻ ഇതിൻ്റെ ആവശ്യമില്ല. വിഷമത്തോട് പറയാം സഹോദരൻ, എൻ്റെ വീട്ടിൽ ഈ കണ്ണേറി ഇതിനൊക്കെ ഒരുപാട് പോയി കിട്ടിയതായിരുന്നു. ഞാൻ ജനിച്ച് വളർന്നു വീണ് അങ്ങനത്തെ എല്ലാം ഇതെപ്പോഴും ഭയത്തില്ല. കണ്ണേറുകൊള്ളൂ, ഒരാൾ നല്ലത് പറഞ്ഞാൽ പേടിയോ, മറ്റയാളെ സംശയം, മറ്റയാൾ ഭയം, ഇതന്നെ തൗഹീദ് ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് മാറിയിരുന്നു കുടുംബം. എന്നാൽ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് പോയി വരുമ്പോൾ കൊണ്ടുവന്നതാ സഹോദരന്മാരെ, ഗൾഫിൽ നിന്ന് വിഗ്രഹങ്ങൾ വീട്ടിലേക്ക് കയറുന്നു. ഞാൻ വിഷമത്തോട് പറയാണ്, എൻ്റെ വീട്ടിൽ എനിക്കും തന്ന്. ഇതെന്തിനാണ് അറിയോ സഹോദരന്മാർ? ഇത് കണ്ണേറ് കൊള്ളാണ്ട് നിൽക്കാൻ. നിങ്ങളെ കാറിൽ നിങ്ങൾ തൂക്കിയിട്ടോളൂ, നിങ്ങളെ വീട്ടിൽ തൂക്കിയിട്ടോളൂ, നിങ്ങൾക്കൊന്നും പറ്റൂല. ഇതിന് കാരണക്കാരൻ ആരാണ്? സലഫികൾ തന്നെ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ടെന്ന്, കണ്ണേറുണ്ടെന്ന്. അന്ധവിശ്വാസം ഉണ്ടാവുമ്പോൾ അവിടെ ശിർക്ക് കയറി വരും. അന്ധവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടും. ഭയപ്പാടോട് പറഞ്ഞ സഹോദരൻ, വിഷമത്തോട് പറയുന്ന, ഒരുപാട് പറഞ്ഞ് വീട്ടിൽ ഇങ്ങനത്തെ വിശ്വാസങ്ങളെല്ലാം തടിച്ച് മാറിപ്പോയതായിരുന്നു. കുറേ കാലത്തേക്ക് ഒരു വീട്ടുകാർക്കും ആർക്കും ഇതിനെ പറ്റിയ പ്രശ്നമില്ല. പണ്ട് ഞാൻ കോഴിക്കോടിൽ ജനിക്കും. കോഴിക്കോടിൽ തന്നെ ഒരുപാട് പ്രശ്നമില്ല. എനിക്ക് ഉൾനാട്ടിലെ കാര്യങ്ങളറിയില്ല. കോഴിക്കോടിൽ തന്നെ ഒരുപാട് സിഹറും മാരനൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ അതൊക്കെ അൽഹംദുലില്ലാഹ് കോഴിക്കോട് സെറ്റിൽ നിന്നൊക്കെ പോയി കിട്ടി. കണ്ണൂരിനെ പറ്റുന്നില്ല. ഇപ്പതാ പിന്നെയും വന്നു തുടങ്ങി വിഗ്രഹങ്ങൾ വീട്ടിലേക്ക്, മുസ്ലിങ്ങളുടെ വീട്ടിൽ. അല്ലാഹു മാത്രം നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ഉമ്മാരെയും അപ്പനെയും നമ്മുടെ മക്കളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് വിഗ്രഹം. ഇത് വെച്ചാൽ അഭൗതികമായിട്ട് എനിക്ക് കണ്ണേറ് കൊള്ളൂല. ഇതാര് പഠിപ്പിച്ചു? ഇതാര് പഠിപ്പിച്ചില്ല. സലഫികളും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ സലഫികൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, കണ്ണേറ് കൊള്ളും എന്ന്. അന്ധവിശ്വാസം എല്ലാവരുടെ ഇടയിൽ അതായി. അപ്പൊ അന്ധവിശ്വാസം വരുമ്പോൾ ശിർക്ക് കയറി വരും. അല്ലാഹു റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന സഹോദരന്മാരെ, സൂറത്തുൻ നിസയിലെ 76-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇന്ന കൈദ ശൈത്താന കാന ലഈഫ. അള്ളാഹ് പറഞ്ഞതാണ് സൂറത്ത് ഇബ്ലീസിനെ പറ്റി. ലഈഫാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ കുതന്ത്രം പറഞ്ഞ് വളരെ ലഈഫാണെന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ അയച്ചോക്ക്, ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കയറി തുടങ്ങി സലഫികളുടെ ഇടയിൽ. ഈ അടുത്ത് പോലും ഞാൻ ഒരു സുഹൃത്തിന് സംഭാവന വെച്ചു, പള്ളിക്ക് സംഭാവന. അപ്പൊ സംഭാവന ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. ഡോക്ടറിന് എന്നെ കൈ നീട്ടാം. എൻ്റെ കൈക്കൊരു പുണ്യൊന്നുമില്ല സഹോദരന്മാരെ. ഈ ഷിർക്ക് കയറി വരുന്നതാണ്. ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ വില കൽപ്പിച്ചെങ്കിൽ, സുന്നത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് അവരുടെ നിയത്ത്. ഹദീസുകളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന് അവരുടെ നിയത്ത്. ആ നിയത്ത് കൂലി കൊടുക്കട്ടെ. പക്ഷേ ആ ഹദീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ഷിർക്ക് കയറി വരരുത്. അടുത്ത 2-3 വർഷത്തിൽ ഒരുപാട് ഇങ്ങനെ കയറി വരും. കൈനീട്ടം പോലും. എന്താണ് സഹോദരന്മാരെ കൈനീട്ടത്തിലുള്ള? അള്ളാഹു വെച്ചിട്ട് നിങ്ങൾക്ക് റിസ്ക് വരും. ഈ അടുത്ത് വേറൊരു സിഹിർ വെച്ചിട്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് വല്ലാതെ സ്നേഹം തോന്നിപ്പിക്കാമല്ലോ. സിഹിർ ചെയ്താൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് വല്ലാതെ ഞാൻ ആലോചിച്ചു, അത് കോഴിക്കോട് കേരളത്തിലൊന്നും പറയേണ്ട സഹോദരന്മാരെ, എല്ലാം തന്നെ സ്ത്രീകൾ ഒളിച്ചോടി പോകുന്നുണ്ട്. ഇനി ഇതും കൂടി പറഞ്ഞാൽ ബാപ്പ ഞാൻ എന്തിയാ ബാപ്പൻ്റെ ആരെങ്കിലും സിഹിർ ചെയ്തായിരിക്കുന്ന മക്കൾ പറഞ്ഞു തുടങ്ങും. സലഫികൾ കുടുങ്ങും. നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവില്ല. നിങ്ങൾ വേണ്ടാത്ത അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചെത്തും. യൂട്യൂബിലുള്ളതാ സഹോദരന്മാരെ, വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. എനിക്ക് ഗൾഫിൽ നിന്ന് ഇങ്ങനെ അയക്കും ഓരോ മെയിലും, ഓരോ യൂട്യൂബ് കണ്ടോ എന്ന്. ദയവ് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൻ നിസായിലെ 79-ാമത്തെ വചനം പറഞ്ഞു, മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. നിങ്ങൾക്ക് എന്ത് നന്മ വരുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണ്. എന്ത് തിന്മ വരുന്നുണ്ടും അത് നിങ്ങളിൽ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് കാരണം. നിങ്ങൾക്ക് അന്ധവിശ്വാസം ഉണ്ടോ, നിങ്ങൾക്ക് മാനസിക രോഗം വരും. അതിന് ആൾക്കാർ സിഹിർ എന്ന് പറയുന്നത്. വിശ്വാസമുണ്ടോ, നിങ്ങൾക്ക് നല്ല പൂർണ്ണ തൗഹീദിൽ ജീവിക്കാം. ഇനി രണ്ടാമത്തെ ഭാഗം കുറച്ച് സമയം കൂടി ഞാൻ പറയാം. ഇബ്ലീസ് നമ്മളെങ്ങനെ വഴി പിഴിപ്പിക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരെയും വഴി പിഴിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം നല്ലൊരു കഥ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടുത്തെ പട്ടി ഇങ്ങനെ മനുഷ്യനെ പരിചയമില്ലാത്ത മനുഷ്യനെ കൊരക്കും അല്ലേ. കൊരക്കും. ഈ മനുഷ്യൻ കല്ലേറ്, വടി എല്ലാം എടുത്ത് ഈ പട്ടീനെ അടിക്കാൻ നിൽക്കും.
ജിൻ സലഫി യൂട്യൂബ് അടിച്ചാൽ ഇതേ രംഗം കാണും. ഉഖ്റുജ് ഉഖ്റുജ്, പുറത്തു പോ പുറത്തു പോ പുറത്തു പോ പുറത്തു പോ എന്ന് ശരീരത്തിൽ ഓരോ ഭാഗം അടിച്ചടിച്ചടിച്ച് പോക്കുക. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ആ മനുഷ്യന് എത്ര എളുപ്പമാണ് ആ പട്ടിയുടെ യജമാനൊന്ന് വിളിച്ച് പറയാ, ആ പട്ടിയെ കെട്ടിയിട്. സുബ്ഹാനല്ലാഹ്, അതാ എത്ര ഭംഗിയായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നു. സൂറത്തുൽ അറാഫിൽ 200-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വഇമ്മാ യൻസഅന്നക മിനശ്ശൈത്താനി നസ്ഉം ഫസ്തഈദ് ബില്ലാഹ്. എളുപ്പമാണ് സഹോദരന്മാരെ ഇബ്ലീസിനെ കെട്ടിയിടാൻ. ആ ഇബ്ലീസിനെ യജമാനോട് പറയാ, അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. മതി, അത് മതി. അള്ളാഹുവിന്റെ പ്രതാപത്തെ ഉയർത്തി കാണിക്കാനാണ് നമ്മൾ വന്നത്. എന്ത് പേര് വിളിച്ചോ, യാദൽ ജലാലി വൽ ഇക്റാം അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഹ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അള്ളാഹുവിന്റെ പ്രതാപം ഉയർത്തി കാണിക്കാനാണ്. ഇബ്ലീസിന്റെ പ്രതാപമല്ല. ഇബ്ലീസിന് ഓരോ കഴിവുകൾ കൊടുക്കാനല്ല മനുഷ്യന്മാർ ഇവിടെ വന്നത്. തൊട്ടടുത്ത വചനത്തിൽ 207-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫത്തും മിനശ്ശൈത്താൻ തദക്കറു. നിങ്ങൾക്ക് ശൈത്താൻ പിശാചിന്റെ എന്തെങ്കിലും ദുർബോധം ലഭിച്ചാൽ ഒന്ന് അള്ളാഹിനെ പറ്റി ഒന്ന് സ്മരിക്കുക, അള്ളാഹിനെ പറ്റി ഒന്ന് ഓർക്കുക. ഇന്നമാ അമറു ഇദാ അറാദ ശൈഅൻ യഖൂല കുൻ ഫയകൂൻ. ഒന്ന് ഓർക്കുക. നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്, ഞാനല്ല പറയുന്നത്. സൂറത്തുൽ അറാഫിലെ 200-201 വചനം. ഇമാം നവവി പറഞ്ഞു, ഏറ്റവും നല്ല ദിക്ർ ഇബ്ലീസിനെ ആട്ടിയോടിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്ലീസ് അങ്ങ് ഓടിപ്പോകുമെന്നാണ് പറയുന്നത് സഹോദരൻ, ഓടിപ്പോവും. അങ്ങനത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 മാസം, വേറെ ഒരു റിപ്പോർട്ടിൽ 4 മാസം ഇബ്ലീസിനെ പ്രേരണ നിമിത്തത് ഭാര്യയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ ഉണ്ടോ? സംശയമാണ്. 6 മാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 6 മാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് നടക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചെല്ലാൽ ഇബ്ലീസ് ഓടിപ്പോവും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവും. എപ്പോഴും അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ഫലക്കുന്നാസ് ഓതണം. അതിനത്രയും ഗൗരവമുണ്ട്. ഇന്ന് രാവിലെ എത്ര പേര് ഓതി നമ്മൾ ഓർത്ത് നോക്ക്. ഇന്ന് രാവിലെ ഇറങ്ങുന്ന സ്വഭാവികമായിട്ട് എത്ര പേര് ഓതിയിട്ടുണ്ടാവും. ഓതണം, ദിക്ർ ചെല്ലണം, എപ്പോഴും അള്ളാഹിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. വിരലാട്ടിലിന് മാത്രമല്ല പ്രത്യേകത, വിരലാട്ടിൽ മാത്രമല്ല, ഈ വിരലുള്ള 5 വിരലുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ നോക്കണം. അതിൽ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? പലിശ ഒഴിവാക്കിയിട്ടുണ്ടോ? സ്വന്തം അധ്വാനത്തിന്റെ ഭക്ഷണമാണോ കഴിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. സ്വന്തം അധ്വാനത്തില് ഫ്രീ ആയിട്ടും ഗിഫ്റ്റ് കിട്ടിയിട്ടും അന്യരുടെ മുതൽ തിന്നരുത്. അന്യരുടെ മുതൽ തിന്നുമ്പോൾ അയാളായിട്ട് നമ്മൾ അന്ധമായിട്ട് വിധേയത്വം വരും. സമ്പത്ത് എവിടെ ഉണ്ടോ നമ്മുടെ കണ്ണുകൾ പോവും. ദയവ് ചെയ്ത് ഈ കൈകൊണ്ട് തിന്നത് ഞാൻ അധ്വാനിച്ച ഫലം. അതായിരുന്നു മുജാഹിദ് പണ്ഡിതന്മാർ. അവർ അധ്യാപകന്മാരായിരുന്നു, അവര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് പറയാൻ പറ്റിയ സഹോദരന്മാരെ, എപ്പോഴും ദിക്ർ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ ബലഹീനതകൾ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാവണം. നമ്മൾക്ക് സമ്പത്തായിരിക്കും, സ്ഥാനമാനങ്ങളായിരിക്കും, എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ദൂരെ നിൽക്കണം. ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കിയിട്ട് വരും. ആദ്യത്തെ പടീനെ വലാ തഖ്റബു സിന പറഞ്ഞു അല്ലേ, വിചാരത്തോട് അടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് വൃത്തിയായിട്ടത് TV കാണരുത്, ഇന്റർനെറ്റ് കാണരുത്. അത് കണ്ടു തുടങ്ങിയാൽ പുറത്തിറങ്ങിയാൽ വേണ്ടാത്ത നോക്കിപ്പോവും. ഒറ്റക്കാലം ഒരു സ്ത്രീയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകും. ഗോയയിലും ഒരുപാട് സ്ഥലത്ത് ആരോരുമില്ല, വേണ്ടാത്ത വൃത്തിയായിട്ട ചിന്തകൾ വരും, പൈശാചിക ചിന്തകൾ വരും. ആദ്യം സംസാരം, പിന്നെ മൊബൈൽ SMS, പിന്നെ ഭക്ഷണം, പിന്നെ അവസാനം വ്യഭിചാരത്തിലേക്ക് അടുക്കും. അതുകൊണ്ട് ആദ്യത്തെ വിചാരം വീട്ടിൽ നിന്നുള്ള വൃത്തികെട്ട് കാണുന്നത് തന്നെ ഒഴിവാക്ക്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശൈത്താൻ ഓടിപ്പോകും. രണ്ടാമത്തെ ഇബ്ലീസ് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്ലീസ് ശിർക്ക് ചെയ്തില്ല. നിങ്ങൾ നോക്കൂ, സൂറത്ത് സാദില 79-ാമത്തെ വചനം ഇബ്ലീസ് പറഞ്ഞു, ഖാല റബ്ബി ഫൻദുർനി യൗമി യുബ്അസൂൻ. വേറെ 82-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഖാല ഫബി ഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്ലീസ് പോലും പ്രാർത്ഥിക്കുന്നു, നിന്റെ പ്രതാപമാണ് സത്യം. ഇബ്ലീസിന്റെ പ്രാർത്ഥനയാണ്. പക്ഷെ ഇബ്ലീസ് എന്ത് ചെയ്തു? അബാവസ്തക്ബറ, അനുസരണക്കേട് കാണിച്ചു അല്ലേ. എന്നിട്ട് പ്രവാചകൻ ഒരു ഹദീസിൽ പറഞ്ഞു, ആദമിന്റെ മകൻ സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും പോലും. എന്തുകൊണ്ടാ? എന്നിട്ട് ഇബ്ലീസ് പറയും, ആദമിന്റെ മകൻ സുജൂദ് ചെയ്തു, അത് സ്വർഗം കിട്ടി. ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, ഞാൻ വിസമ്മതിച്ചു, എനിക്ക് നരകം. സഹോദരന്മാർ, ഇന്ന് ഞാനും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്താ വെച്ചാൽ അനുസരണക്കേട്. സഹോദരന്മാരെ, നവോത്ഥാനം നടന്നു ദുആ അള്ളാഹുവോട് മാത്രം. എളുപ്പമാണ്. ഇന്നലെ വരെ മൊഹിന്ദി ഷേഖ് എന്ന് വിളിച്ച് ഇന്ന് പേര് മാറ്റി അള്ളാഹുവെ കാക്കണേ എന്ന് വിളിക്കാൻ എളുപ്പമാണ് സഹോദരന്മാരെ. പക്ഷെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, ഓരോ നിമിഷം പേടിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം. 2 അവസ്ഥ മരിക്കുമ്പോൾ. ഒന്ന് അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പാട്, അള്ളാഹുവിന്റെ കാരണത്തെ ഓർത്തുള്ള പ്രതീക്ഷ. ഇത് രണ്ടും രണ്ടും ഒരേപോലെ ഉണ്ടാവാൻ സഹോദരൻ സ്വർഗം ഉറപ്പാണ്. നമുക്ക് നഷ്ടം എന്താ വെച്ചാൽ ഭയമില്ല. എന്തുകൊണ്ട്? എങ്ങനെ ഭയം നേടിയെടുക്കാം? സൂറത്തുൽ
ഫാത്തിർ 35-ാമത്തെ സൂറത്തിൽ 28-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, ഇന്നമൽ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഇൽമുള്ളവർക്കേ ഭയം ഉണ്ടാവുള്ളൂ. ഇൽമ് പഠിക്കണം. ഖുർആൻ ബാക്കിയവർക്കൊക്കെയോ ഉപകാരപ്പെടുന്ന വെച്ച് ദഅവത്ത് ചെയ്താൽ പോരാ. എനിക്ക് ഉപകാരപ്പെടണം, എൻ്റെ ഭാര്യയ്ക്ക് ഉപകാരപ്പെടണം, എൻ്റെ കുടുംബത്തിന് ഉപകാരപ്പെടണം. അല്ലാഹു പറഞ്ഞു ഖുർആൻ പഠിച്ചാൽ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് തന്ന്. ഒന്ന്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സമാധാനം ഉണ്ടാവും എല്ലാവർക്കും. നിങ്ങളെ കൂടെ ബന്ധപ്പെടുന്ന എല്ലാവർക്കും, ഭാര്യ, മക്കൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ സംഘടന, എല്ലാ സ്ഥലത്തും സമാധാനം ഉണ്ടാവും. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, നിർഭയത്വം, ഉലൈക ലഹുമുൽ അംന്, നിർഭയത്വം ലഭിക്കും. മൂന്നാമത്തെ സൂറത്ത് നൂറിലെ 55-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, ഇസ്സത്ത് ലഭിക്കും. ഇസ്സത്ത് ലഭിക്കും. സഹോദരന്മാർ, നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ ആത്മാർത്ഥമായിട്ട് ഖുർആൻ കേൾക്കുക, ഖുർആൻ ഓതുക. നമ്മൾ അയച്ചു കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഞാൻ എത്ര ഖുർആൻ ഓതി തീർത്തിട്ടുണ്ടാവും. ഖുർആൻ തഫ്സീറുകൾ നമ്മൾ വായിച്ചോ? പക്ഷെ നമ്മളെല്ലാവരും സജീവ പ്രവർത്തകരല്ലേ. നമ്മളെ കൊണ്ട് ആർക്കൊക്കെയോ എവിടേക്കോ എപ്പോഴൊക്കെയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചാൽ പോരോ? ഈ ഖുർആനും ഹദീസും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെടണ്ടേ? എനിക്ക് സമാധാനം ഉണ്ടാവണ്ടേ? എനിക്ക് നിർഭയത്വം ഉണ്ടാവണ്ടേ? എനിക്ക് ഇസ്സത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ ആത്മാർത്ഥമായിട്ട് പഠിക്കാം. ഇനി നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം കൂടുതൽ കൂടുതൽ ലഭിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെട്ടോളൂ. ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞു, നിങ്ങളുടെ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രയും തെറ്റിയിട്ട് എന്നെ എത്രയോ അനുഗ്രഹിക്കുന്നല്ലേ. നമ്മൾക്ക് പശ്ചാത്താപിക്കാനുള്ള അവസരം കൂടി അള്ളാഹു ചിലപ്പോൾ നൽകാതെ പോയി പോകും. അപ്പോൾ ചിലപ്പോൾ അള്ളാഹു രോഗം തരും. അൽഹംദുലില്ലാഹ് നമ്മൾ പശ്ചാത്തപിക്കും, നമ്മളെ പാപങ്ങളോർത്ത് കരയും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അനുഗ്രഹം കിട്ടുന്നത്, തെറ്റ് ചെയ്തിട്ടും അനുഗ്രഹം, തെറ്റ് ചെയ്തിട്ട് എനിക്ക് അനുഗ്രഹം, തെറ്റ് ചെയ്തിട്ട് വലിയ വീട്, തെറ്റ് ചെയ്തിട്ട് വലിയ കാറ്, സൂക്ഷിക്കണം. നമ്മുടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തി തുടങ്ങി. മൂന്നാമത്തത്, ഇബ്ലീസ് എന്ത് ചെയ്തു? അള്ളാഹുവായിട്ട് അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ, അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ഇബ്ലീസ് ചെയ്തു. ദയവ് ചെയ്ത് അമാനു മൗലവി തഫ്സീറുള്ളതാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ശേഷം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഈ വാക്ക് തർക്കങ്ങളാണ്. ഇന്ന് വളരെ വളരെ വിഷമമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ പോലും 2 സുഹൃത്തുക്കൾ വന്ന് കയറി 1.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ അവസാനം പറഞ്ഞു, ദയവ് ചെയ്ത് ഞാനിനില്ല, ഞാനിനി വാക്ക് തർക്കങ്ങളില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വെക്കാം, ദയവ് ചെയ്ത് വാക്ക് തർക്കങ്ങൾ പാടില്ല. നാലാമത്തത് സഹോദരന്മാർ, ഇബ്ലീസ് എന്ത് ചെയ്തു അറിയോ? സ്വയം പ്രശംസിക്കുക. സ്വയം പ്രശംസിക്കുക. സൂറത്തുൽ നജ്മിലെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തുസക്കി അൻഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ പ്രശംസിക്കരുത്, ദയവ് ചെയ്ത് സ്വന്തത്തെ പ്രശംസിക്കരുതേ. നമ്മൾ മാത്രമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്, ഞാൻ മാത്രമാണ് ശരിയായ പാത, ബാക്കി എല്ലാം പിഴച്ചു പോയ കക്ഷികൾ. ഒരിക്കലും നമ്മളത് പറഞ്ഞു തുടങ്ങരുത്. ദയവ് ചെയ്ത് സ്വയം പ്രശംസിക്കരുതേ. നമ്മുടെ ഡോക്ടർമാർക്കുണ്ട് സഹോദരന്മാരെ സ്വന്തം പ്രശംസിക്കുന്നത് അല്ലേ. ഡോക്ടർമാരെയോ, ഞാൻ ചികിത്സിച്ചിട്ട് മാറി, എന്നെ കൊണ്ട് അയാളുടെ രോഗം മാറി, ഒരിക്കലും പറയരുത്. എന്നാൽ സലഫികൾക്കുണ്ട് സഹോദരൻ. എൻ്റെ 2 അനുഭവം നിങ്ങളെ മുമ്പിൽ വെക്കാം. നല്ലൊരു വലിയ സലഫി പറയാം, ഞാൻ ക്യാൻസർ രോഗിക്ക് ഞാൻ മന്ത്രം ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് വേദന മാറി പോലും. അദ്ദേഹം പറയാം. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഞാൻ പിന്നെ നേരിട്ട് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല, പ്രസംഗത്തിൽ മാത്രം. അങ്ങനെയാണ് സഹോദരന്മാർ ഇവിടെ പെയിൻ ആൻഡ് പാലിറ്റീവ് ക്ലിനിക്കൊന്നും ആവശ്യമില്ല. പെയിൻ ആൻഡ് പാലിറ്റീവ് എല്ലാം നിങ്ങൾ മാറ്റി കൊടുക്കുക. നിങ്ങൾക്കല്ലേ ഇത് പ്രശംസി. സ്വന്തം സഹോദരന്മാർ, വേറൊരു സഹോദരൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ പേര് ഞാൻ പറയില്ല. അദ്ദേഹത്തിന് ഉമ്മക്ക് രോഗം വന്ന്, ഉമ്മക്കടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തെ എൻ്റെ അടുത്ത് ഒന്ന് ഡോക്ടറെ വരുമോ? ഞാൻ പറഞ്ഞു ശരിയാ, കൂട്ടി ഒരു കാറും എടുത്ത് കൊണ്ടുപോയി. ഉമ്മക്കടുത്തിലാണ്. അവസാനം ഞാൻ ഉമ്മനെ പോക്കി, മോനും പോക്കി, ഉമ്മനെ കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ ഈ പ്രാസംഗികൻ പറയാം, ഡോക്ടറെ എൻ്റെ പ്രസംഗം കേട്ടിട്ട് മെന്നാന്നൊരു തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെ കൈകൾ ഇളക്കി തുടങ്ങി പോലും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടുന്നാണ് ഈ വരുന്നത് ഈ സ്വയം പ്രശംസ? അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് അയാളുടെ കൈകൾ, എനിക്ക് പറയുന്നുണ്ട് ചിലപ്പോൾ തീവ്ര പ്രസംഗമായിട്ട് അടി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനത്തെ തളർന്ന് വീഴുന്ന കൈ പോലും അടിക്കും അങ്ങനത്തെ പ്രസംഗം ചിലവരുടെ. സ്വന്തം കിട്ടി, സ്വന്തം സംഘടനയിൽ തന്നെ ബഹിഷ്കരണം കിട്ടും. ദയവ് ചെയ്ത് സ്വയം പ്രശംസിക്കില്ലേ. സ്വന്തം ഉമ്മ അവിടെ വീണ് കിടക്കുക, എൻ്റെ ഡോക്ടറിൻ്റെ സഹായം എന്നെയും തേടി പോവാ, സ്വന്തം ഉമ്മേനെ കോക്കാൻ പറ്റുന്നില്ല, 2 കൈയും 4 കൈയും പൊക്കിയിട്ട് ഇവിടെ പ്രസംഗിച്ചിട്ട് ഒരാളുടെ കൈകൾ ഇറങ്ങിപ്പോലും. ഇതൊക്കെ ഇവിടുന്ന് സഹോദരന്മാരെ വരുന്നത്. ദയവ് ചെയ്ത് ലോകമാന്യത ഇബ്ലീസ് എളുപ്പത്തിൽ ചെയ്യുന്നതാണ് ലോകമാന്യത. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പേടിച്ചത് സമുദായത്തിൽ വരാൻ പോകുന്നത് കറുത്ത ഉറുമ്പ്, കറുത്ത പാറൻ ഇരുട്ടിൽ കയറി കൂടുന്ന പോലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ലോകമാന്യത കയറി ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. വേറെ ഒന്ന് സഹോദരൻ, ഇബ്ലീസ് ചെയ്തെന്താ? അഹങ്കരിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുച്ഛിച്ചു അല്ലേ. ദയവ് ചെയ്ത് ഒരാളും താണു കാണരുത് സഹോദരൻ. ദയവ് ചെയ്ത് നമ്മുടെ പാൻറ്റിൻ്റെ നരിയാണിൻ്റെ മുകളിൽ പാൻറ്റ് മുകളിലോട്ടേക്ക് ഭയങ്കര എളുപ്പമാണ്. എനിക്കറിയാം, MBBS ചേർന്നപ്പോൾ ഞാൻ പാൻറ്റൊക്കെ മുകളിട്ട് കയറി നരിയാൻ്റെ മേലാക്കി. ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒരുപാട് പദവികളും ഒരുപാട് കോളേജിൽ പൊസിഷൻ തരുമ്പോൾ ഒരുപാട് പേഷ്യൻസും സ്റ്റുഡൻസൊക്കെ എന്നെ കാത്തു നിൽക്കുക, എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കും. എനിക്ക് ഭയമാണ്. അല്ലാഹു ഞാൻ എന്നുള്ള വിചാരം വരുന്നാട്ടി മുമ്പ് റബ്ബേ നീ മടക്കി വിളിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ 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 പേടിക്കണം സഹോദരൻ, പേടിക്കണം. കിബർ വരരുത്. അണുമണി തൂക്കം കിബർ വന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല.
നെര്യാണിൻ്റെ മുകളിൽ പാൻറ് ഇട്ടിട്ട് സഹോദരനെ ദയവ് ചെയ്ത് ഒരാളെ മുശ്രിക്കും കാഫറാക്കരുത്. ദുനിയാവിൽ ഒരൊറ്റ മനുഷ്യനെ മുശ്രിക്കും കാഫറാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ചെയ്തിട്ടില്ല. എന്റെടുത്തും നിങ്ങൾക്കും ഷിർക്ക് എന്താണ്, കുഫ്ർ എന്താണ്, ബിദ്അത്ത് എന്താണ്, നിഫാഖ് എന്താണ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരൊറ്റ മനുഷ്യനിലേക്ക് വിരൽ ചൂണ്ടരുത്. ഞാൻ മുനാഫിക്കായോ എന്ന് നോക്ക്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കണ്ണാടിന് മുമ്പിലിട്ട് എനിക്ക് എത്ര നിഫാഖ് ഉണ്ടെന്ന് ആലോചിക്കുക. ദയവ് ചെയ്ത് ബാക്കിയുള്ളവരെ താഴ്ന്നു കാണരുത്. ഒരിക്കൽ ഒരു സമ്മേളനത്തിന് പോയപ്പോൾ, പണ്ട് സമ്മേളനത്തിന് പോകാറുണ്ട്, ഇപ്പോൾ അത് പോകാറില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല സമ്മേളനം രാവിലെ സ്വബിയും രാത്രി ഏശിയും, മക്കളെയും കൂട്ടി പോയാൽ മതി. നല്ല റാഹത്ത. നിങ്ങളൊന്ന് അനുഭവിച്ച് നോക്ക്. സമ്മേളനത്തിൽ പോയി പണ്ട് വീഡിയോ ക്ലിപ്പിങ്സ് എന്തായിരുന്നു ഒരു സഹോദരൻ, എനിക്ക് വിഷമിച്ച്. അതോടെ ഞാൻ കുറേ സമ്മേളനത്തിൽ ബാക്കോട്ട് വരച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നെ കേൾക്കാറില്ല. ഒരു മറ്റേ സംഘടനേൻ്റെ സമ്മേളനത്തിൻ്റെ സമയത്ത് വലിയ മഴ പെയ്തിട്ട് ആ സമ്മേളനം തകർന്നു പോയി, അതിൻ്റെ പന്തലൊക്കെ വീണുപോയി. എന്നിട്ട് ഈ പ്രാസംഗികൻ സ്റ്റേജിൽ പറയാ, ഇതാ കണ്ടോ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയത് കണ്ടോ. നമ്മൾ ഭയപ്പാടോട് പറയാം സഹോദരൻ, ഇന്ന് നമ്മൾക്ക് മഴ ലഭിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ അറിയോ, ദുനിയാവിൽ എവിടെയും മഴ പെയ്യാണെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാ. എന്നിട്ട് ഈ പ്രാസംഗികൻ പറയാ, ഇതാ സംഘടനയുടെ സമ്മേളനം തകർന്നു പോകുന്ന കണ്ടോ, അദ്ദേഹത്തിന് ആശയക്കുഴപ്പം കൊണ്ട് അതാ മഴ വന്നു, ശിക്ഷിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭയപ്പാടോട് പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ വർഷിപ്പിക്കട്ടെ. നമ്മൾ ആലോചിക്കണം, എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ ഇങ്ങനത്തെ പ്രസംഗങ്ങൾ കൊണ്ടായിരിക്കും ഈ കേരളത്തിൽ മഴ പെയ്യാത്തത്. ഈ സമയത്ത് പോലും എല്ലാവരും കൈകെട്ടി പൊക്കിക്കോളൂ, പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുവേ പാപിയാണ്, നമ്മൾ പാപിയാണ്, പുറത്തു തരണേ, മഴ വർഷിപ്പിക്കണേ റബ്ബേ. ഇതാണ് സഹോദരനെ കിബിർ. എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും കിബിർ കയറി വന്നാൽ നമ്മൾ കഷ്ടപ്പെടും, നമ്മൾ അല്ലാഹു ശിക്ഷിക്കും. സൂക്ഷിക്കണം സഹോദരന്മാരെ. അതുപോലെ ഇബ്ലീസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്, ഭൂമിയെ അലങ്കൃതമാക്കും. നവോത്ഥാനം നടന്നു വിദ്യാഭ്യാസത്തിൽ. എല്ലാവരും ഡോക്ടർ, എല്ലാവരും എഞ്ചിനീയർ, എല്ലാവരും വക്കീൽ നടന്നു. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നടന്നില്ല. ഭൗതിക ആസക്തി ലയിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ കാറ്, ഏറ്റവും നല്ല മൊബൈൽ, ലിപ്സ്റ്റിക്ക്, എല്ലാം ഭംഗിയായിട്ട് നടക്കണം. ഏറ്റവും നല്ല ചുരിദാർ, എല്ലാം നമ്മൾക്ക് ഭംഗിയാക്കണം. ജാട അല്ലേ, ലോകമാനിത, ജനങ്ങളെ പെരുവനടിക്കൽ, അഹങ്കരിച്ചടക്കൽ. ഒരു വേള ഞാൻ ഭയപ്പെട്ടു പോവാം, നമ്മുടെ സമ്മേളനത്തിൻ്റെ സ്റ്റേജ് പോലും ധൂർത്തിൻ്റെയും പൊങ്ങച്ചിൻ്റെയും നാട്യമാണോ നമ്മൾ സൂക്ഷിക്കണം. സമ്പത്തുണ്ടെങ്കിൽ ഒരുപാട് കോടികൾ ചെലവഴിച്ച് നിങ്ങൾ അവിടെ സ്റ്റേജ് കെട്ടുമ്പോൾ സൂക്ഷിക്കണം. പാവങ്ങൾ ഇവിടെ ആസാമിലും ബർമയിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട്. അവർ നാളെ വിരൽ ചോദിക്കും, നിങ്ങൾ പറഞ്ഞ അതേ ആദർശം പിന്നെയും നിങ്ങളുടെ ജനങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണോ കോടികൾ ചെലവഴിച്ചത്? അവർ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഞാനും നിങ്ങളും ഉത്തരം പറയും. നോമ്പ് തുറക്കാൻ പോലും വെള്ളമില്ല, കാരക്കില്ല. ഞാനും നിങ്ങളും പറഞ്ഞ അതേ കാര്യം അനുയായികളെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പിരിറ്റ് കയറ്റിയിട്ട് സംസാരിക്കുന്നത്. സൂക്ഷിക്കണം സഹോദരനെ, സൂക്ഷിക്കണം. പിന്നെ ഇബ്ലീസ് ചെയ്യുന്നൊരു വേറെ കാര്യമാണ് നമ്മുടെ ഖദറിലുള്ള വിശ്വാസം, ഈമാൻ. കുറച്ചിലും പെട്ടെന്ന് പലപ്പോഴും മെഡിക്കൽ കോളേജൊക്കെ വരുമ്പോൾ പറയും, ഡോക്ടറെ അവിടെ കൊണ്ടുപോയുമായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നോ, എങ്കിൽ എന്നുള്ള വാക്ക് ഇബ്ലീസ് നിന്നാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഖദറിൽ നമ്മൾ പൂർണ്ണ സംതൃപ്തിയാവണം. നമ്മൾക്ക് പരീക്ഷണം വരുമ്പം സബർ ചെയ്യണം. ഇന്നല്ലാഹ മഅസ് സാബിരീൻ അല്ലേ. അതേപോലെ നമ്മൾക്ക് നന്മകൾ വരുമ്പോൾ ശുക്ർ ചെയ്യണം. എന്തുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞെന്താ, നിന്റെ ഭൂരിപക്ഷ അടിമകളും നന്ദിയില്ലാത്തവരായിരിക്കും. അൽഹംദുലില്ലാ പറയല്ല. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ ജോലി കൊണ്ട്, എൻ്റെ ഒരു നല്ല പുഞ്ചിരി കൊണ്ട് ഈ സഹോദരന്മാരെ ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യണം, നന്ദി ചെയ്യണം അല്ലാഹ് അല്ലേ. അവസാനമായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നടത്താം. ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ, രണ്ടാമത്തെ ബന്ധങ്ങൾ ഇബ്ലീസ് എങ്ങനെ ഇടപെടും എന്നുള്ളത്. നമ്മുടെ കർമ്മങ്ങൾക്കുള്ള മുൻഗണനാ ക്രമം തെറ്റരുത്. പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവും, എന്നാൽ ഷിർക്ക് ഉണ്ടാവും. ആ കർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വേറൊരു വിഭാഗം മുവഹിദായിരിക്കും, പക്ഷെ കർമ്മങ്ങളൊന്നും ഇല്ലാതായി പോരുത്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ അഖീദ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എനിക്ക് 5 നേരം പള്ളിയിലും കൂടി പോകാൻ പറ്റിയില്ലെങ്കിൽ, എൻ്റെ അഖീദ, എൻ്റെ വിശ്വാസം എൻ്റെ പള്ളിയിലേക്ക് കൂടി 5 നേരം എത്തിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുമോ? ആലോചിക്കണം സഹോദരന്മാരെ. ശവ്വാൽ 1 നമ്മുടെ പള്ളികളിലൊക്കെ വിഷമാണ്. ഇപ്പൊ തന്നെ പള്ളികളുടെ സഫുകൾ കുറഞ്ഞു വരുന്നു. ദയവിച്ചത് അങ്ങനെ ആവരുത്. ഇനി രണ്ടാമത്തത് എന്താ ചെയ്യുക ഇബ്ലീസ്, സുന്നത്തും ഫർളും തമ്മിൽ വേർതിരിവ് മാറ്റും. ഇന്നിപ്പോൾ അങ്ങനെയാണ്, തറാവിയൊക്കെ എല്ലാവരും സജീവം. ശവ്വാൽ 1 വലിയ ഏഷ്യൻ്റെ ജമാഅത്തിന് ആൾക്കാരില്ല. അതിൻ്റെ മുൻഗണനാക്രമം നൽകണം. പിന്നെ നോക്കൂ, നമസ്കാരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വഭാവം സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇണങ്ങുന്നവനും ഇണങ്ങാൻ ഇഷ്ടപ്പെടുന്നവനാ. ഒരാൾക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് അയാളോട് ഇഷ്ടം തോന്നും, അയാൾക്ക് നിങ്ങളെ കൂടി ജീവിക്കാനും പറ്റും. അതാണ് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം ഒരേപോലെ, 1 നേരം നിസ്കരിക്കാത്ത ഒരു അവിശ്വാസിന്റെ സ്വഭാവം ഒരേപോലെ. ഇതെങ്ങനെ സംഭവിക്കുന്നു? സ്വഭാവം നന്നാകണം. പിന്നെ 4മത്തെ സഹോദരന്മാർ ആലോചിക്കേണ്ടത്, നമ്മൾ കർമ്മങ്ങൾ ഭംഗിയാക്കണം. ഇന്ന് നമ്മളെല്ലാവരും കുഴപ്പമില്ല, നമ്മളൊക്കെ ഒരുപാട് ദഅവത്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസം അവർ മാറും ഇവർ മാറും ഒക്കെ അല്ലേ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അറിയില്ല, ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്
ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ പള്ളിയിൽ ഇരിക്കുന്നത്. അല്ല, ആ നബീൻ്റെ അടുത്ത് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? നിന്റെ കർമ്മം കൊണ്ട് സ്വർഗം കിട്ടൂല, നിന്റെ കർമ്മം കൊണ്ട് സ്വർഗം കിട്ടൂല, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മൂടണം. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഭംഗിയാക്കാൻ ശ്രദ്ധിക്കുന്ന സമയം, ഭംഗിയാക്കാൻ. നമ്മളൊക്കെ ഇപ്പോൾ ചെറിയ കർമ്മം തന്നെ അത് ഊതി വീർപ്പിച്ചിട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ ലഘുലേഖ കൊടുത്തിട്ട് അയാൾ സുജൂദ് തുടങ്ങി, നിസ്കാരം തുടങ്ങി, അയാളെ സുജൂദിനെ കൂലി കിട്ടും. നിങ്ങൾ അയാളെ മക്കളെ സുജൂദിനെ കൂലി കിട്ടും, മക്കളെ സുജൂദ് കൂലി കിട്ടും. ചെറിയ നന്മ ഊതി വീർപ്പിച്ചിട്ട്. മൂപ്പർ ഇപ്പോഴും ഖുർആൻ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ആവരുത്. എന്നാൽ നമ്മളെ തിന്മ എങ്ങനെയാണോ, തിന്മ എങ്ങനെ നമ്മൾ പലിശ മേടിക്കുന്നുണ്ട്, അതിങ്ങനെ ഈച്ച പറഞ്ഞു ചെറിയ തിന്മാക്കി. നേരെ തല തിരിച്ചു വരണം. സഹാബികളൊക്കെ തല തിരിച്ചിട്ടായിരുന്നു അവരെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഭയപ്പാടിലിരുന്നു എപ്പോഴ്. എന്നാൽ അവരെ തിന്മ ഓർത്ത് അവൾ എപ്പോഴും കരുണുകൊണ്ടിരിക്കുന്നത്. ഏത് 100% സ്വർഗം ഉറപ്പിച്ച സഹാബികൾ. നമ്മൾ നേരെ തല തിരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ചെറിയൊരു കർമ്മം അതിങ്ങനെ വലിങ്ങനെയായിട്ട് കാണിക്കും. എന്നാൽ തിന്മകളോ നേരെ തല തിരിച്ചിട്ട് അങ്ങനെ ആവരുത്. പിന്നെയുള്ളത് സഹോദരന്മാരെ, നമ്മൾ നന്മകൾ ചെയ്യും. ഇസ്തിഖാമത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഇബ്ലീസ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ഇസ്തിഖാമത്ത് ചെയ്യുന്ന കർമ്മം അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തറാവി ഈ റംസാനിൽ മാത്രം നിർബന്ധമായ ഒരു കാര്യമല്ല. അത് തഹജ്ജുദായിട്ടും പോട്ടെ, ബാക്കിയുള്ള ദിവസത്തെ തഹജ്ജുദായിട്ട് പോട്ടെ, സുന്നത്ത് നോമ്പുകൾ അങ്ങനെ പോട്ടെ, സദക്കകൾ അങ്ങനെ പോട്ടെ, അത് നിരന്തരമാവണം. അതിന് ഭംഗിയുണ്ടാവും അല്ലേ? പിന്നെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും എന്നുള്ളത്. ഒന്ന്, നിഫാക്ക്, കാപഢ്യം, ഇബ്ലീസ് എളുപ്പത്തിൽ വരുത്തിക്കുന്ന എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ മനസ്സിൽ. രണ്ടാമത്തെ തീവ്രത. സഹോദരന്മാരെ, എപ്പോഴാണോ നമ്മുടെയൊക്കെ തീവ്രത കയറി വരുന്നു അവിടെ ദീൻ നശിക്കും. നമ്മൾക്ക് ദീൻ ഭാരമാവും, കൊണ്ടു നടക്കാൻ പറ്റില്ല, സങ്കടം നിലനിൽക്കില്ല. ഇന്ന് തീവ്രത കൂടി വരികയാണ്. നമ്മൾ ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. നമ്മൾക്ക് 5 ദിനം പള്ളിയിൽ പോകണം, കുടുംബം ഉണ്ടാവണം, കുടുംബജീവിതം ഉണ്ടാവണം, സംഘടനാ ജീവിതം ഉണ്ടാവണം. എല്ലാത്തിനും ഒരു മിതത്വം വേണം. നമ്മളെ മൊബൈൽ യൂസിൽ മിതത്വം വേണം, വണ്ടി ഓടിക്കുമ്പോൾ മിതത്വം വേണം, ഭക്ഷണം കഴിക്കുമ്പോൾ വേണം, നിങ്ങൾ സമ്മേളനം നടത്തും, എല്ലാത്തിലും ഒരു മിതത്വം വേണം. ഹദീസ് പൂർണ്ണമായിട്ട് തള്ളാൻ പാടില്ല. ഹദീസ് പൂർണ്ണമായിട്ട് കൊള്ളുമ്പോൾ ഖുർആൻ്റെ എതിരെ കൊള്ളുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഒരു മിതത്വം. ഉമ്മത്തൻ വസത്തിയത്തൻ. നമ്മുടെ മുജാഹിദ് കുറേ പ്രവർത്തകരുണ്ട്. അവരൊക്കെ എത്ര ഭംഗിയാ സാധനം. അവരൊന്നും ആരോരും അറിയുന്നില്ല. ഇങ്ങനെ പ്രസംഗിച്ചെടുക്കോ വലിയ സ്റ്റേജ് കെട്ടോ ആരും പേരും കൂടി അറിയുന്നില്ല. പക്ഷെ ഒരുപാട് അധ്വാനിക്കുന്ന ഒരുപാട് പ്രായമേറിയ മുജാഹിദ് പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ വളരെ നല്ല മിതത്വമുള്ള മനുഷ്യന്മാരായിരുന്നു, പച്ചയായ മനുഷ്യന്മാർ. ഇപ്പം വളരെ തീവ്രത കയറി വരുന്ന സഹോദരന്മാരെ. ഇനിയുള്ളത് നമ്മളെ ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. 3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, ഏറ്റവും കൂടുതൽ വേണ്ട നാളെ മരിച്ചു പോകുമ്പോൾ എനിക്കും നിങ്ങൾക്ക് വേണ്ട 3 സർട്ടിഫിക്കറ്റ്. MBBS-ഉം BTech-ഉം LLB എല്ലാ സഹോദരന്മാരെ. സ്വന്തം മാതാപിതാവിൻ്റെ തൃപ്തി. രണ്ടാമത്തെ, സ്വന്തം ഭാര്യയിൽ നിന്ന് ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തെ, സ്വന്തം മക്കളിൽ നിന്നുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥന. ഇത് 3 ഉണ്ട്. എനിക്കും നിങ്ങൾക്കും സ്വർഗം ഉറപ്പാണ്. ജനങ്ങളുടെ മുമ്പിൽ നല്ല പ്രാസംഗികൻ എന്നല്ല നമുക്ക് വേണ്ടത്, അള്ളാഹിൻ്റെ മുമ്പിൽ നന്നാവണം. അതിന് ഈ 3 കാര്യം വേണം. എൻ്റെ അനുഭവം പറയാൻ, ഒരിക്കൽ ഒരു സലഫി ബാപ്പ എൻ്റെ വീട്ടിൽ കയറി വന്നു. അദ്ദേഹം രോഗിയാണ്, പാവം. അപ്പം ഞാൻ ചോദിച്ച്, അല്ല ബാപ്പ, നിങ്ങളെ കൂടെ മോനില്ലേ? മോന് വേറെ എവിടെയോ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുക, എന്തോ അപകടമുണ്ട്. ഒന്നെങ്കിൽ ബാപ്പൻ്റെ കൺസെപ്റ്റ് തെറ്റ്, അല്ലെങ്കിൽ മോൻ്റെ കൺസെപ്റ്റ്. ദയവ് ചെയ്ത് മനസ്സിലാക്കണം, എൻ്റെ ബാപ്പയാണ് ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യം വിട്ടുപോകരുത്. നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, അതിനൊക്കെ ഇങ്ങനെ ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. ദയവ് ചെയ്ത് സൂക്ഷിക്കണം. രണ്ടാമത്തത്, സ്വന്തം ഭാര്യ ഭർത്താവ് ബന്ധം ഒരുപാട് അപകടത്തിലുണ്ട്. നമ്മൾ അവിടെ വീട്ടിൽ കുറേ കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. അതിൽ വരുന്നത് കുറേ ആൾക്കാർ സലഫി പ്രവർത്തകർ. ഈ അടുത്ത് പോലും 2 ആഴ്ച മുമ്പ് സലഫി പ്രവർത്തകർ വന്നു. അദ്ദേഹം, ഭാര്യ, 2 കുട്ടികൾ. ഭാര്യ അഫ്ദുൽ ഉൽമ, ഭർത്താവ് നല്ല സലഫിയാണ്, സജീവ പ്രവർത്തകനാണ്. അപ്പം ഭാര്യ ചോദിച്ചു, അപ്പം സലഫി ഭർത്താവ് പറഞ്ഞു, എല്ലാ ഡോക്ടറെ, എനിക്ക് കിട്ടിയ സന്ദേശം ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? ഭാര്യ പറഞ്ഞു, ശരി, പക്ഷെ ഈ ആയത്തും ഹദീസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ഉപകാരപ്പെടുന്നില്ല, പിന്നെ എന്തിനാണ് സഹോദരന്മാരെ ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട്? അത് ശരിയാണ്. സ്വന്തം ഭാര്യയായിട്ട് അങ്ങോട്ട് തെറ്റിയിരിക്കുക. ഒരിക്കൽ ഗർഭിണിയായൊരു ഭാര്യ, ദായിൻ്റെ ഭാര്യ, ഒരു പ്രാസംഗിൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം ഭാര്യ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് അദ്ദേഹം ഒരു മെഹ്റമല്ലാത്ത വേറൊരു പുരുഷൻ്റെ അടുത്ത് അയച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, മെഹ്റമല്ലാത്ത പുരുഷൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ പ്രാസംഗിൻ്റെ ഭാര്യ. അപ്പം ഞാൻ അതിശയിച്ചു പോയി, അല്ല, നിങ്ങളുടെ ഭർത്താവ് എവിടെ? ഭർത്താവ് വേറെ എവിടെയോ ആണ്. ഞാനപ്പോൾ ആലോചിച്ച് പോയൊരു ചരിത്രമുണ്ട്. ഉമറുദാൻ്റെ കാലഘട്ടത്തിൽ ഉമറുദാൻ രാത്രി ഇങ്ങനെ പരുതിയിട്ട് ഒരു സ്ത്രീ വേദനിച്ച് കിടക്കുക, പ്രസവ വേദനയായിട്ട്. ഉമറുദാനു സ്വന്തം ഭാര്യയും കൂട്ടിയിട്ട് ആ പ്രസവം എടുത്തു. നമ്മൾ ഉമറിൻ്റെ കാട്ടി വലിയ ദായിയായി മാറുന്നുണ്ടോ? ദയവ് ചെയ്ത് ബന്ധങ്ങൾക്ക് അതിന് വില കൽപ്പിക്കണം. അതൊരിക്കൽ തകർത്തത് ഭാര്യയുടെ നല്ല സർട്ടിഫിക്കറ്റ്. ഒരു ഭാര്യനെ തൃപ്തിയല്ല, ഞാൻ ഭയപ്പെട്ടു പോകുന്നുണ്ട്. ബഹുഭാരിത്വം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന സമൂഹത്തിൽ? ബഹുഭാരിത്വം അനുവദനീയമായ കാര്യം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സൂക്ഷിക്കണം. ഈ അടുത്ത് പോലും ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഒരു പറഞ്ഞതാ, മനുഷ്യബന്ധങ്ങളെ പറ്റി പറയണം. അതിൽ ആരൊക്കെ ബന്ധങ്ങൾ? ഒന്ന്, ബാപ്പ, ഉമ്മ, മക്കൾ.
രണ്ടാം ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യത്തെ ഭാര്യക്ക് അനുവദനീയമായ കാര്യം അനുവദനീയം, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ആദ്യത്തെ ഭാര്യനെ തൃപ്തിപ്പെട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി സലഫ് പറയും, നമ്മൾ പഴയ സഹാബികളുടെ അത്ര തക്വയും ഈമാനും കരുത്തും നിങ്ങളെ സമയനിഷ്ഠതയൊക്കെ ഉണ്ടെങ്കിൽ 2, 3, 4 കെട്ടിക്കോളൂ. അത്രമാത്രം എത്തുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഭാര്യയുടെ ബന്ധം. മൂന്നാമത്തത് സ്വന്തം മക്കളെ പറ്റിയൊരു ബോധം വേണം. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മോന് വീട്ടിൽ TV ഒന്നുമില്ല, പക്ഷെ മോൻ എന്തായി അവസാനം തൊട്ടടുത്ത വീട്ടിൽ TV കാണാൻ തുടങ്ങി. എന്താ പ്രശ്നം? ഈ ബാപ്പക്ക് സമയമില്ല, മക്കളെയും കൂട്ടി ജമാഅത്തിലേക്ക് പോകണം, അവരെ കൂടെ നിൽക്കാനുള്ള സമയം വേണം. ദൈവിച്ചത് ഇവിടെയൊക്കെ ഇബ്ലീസ് നമ്മളെ വഴി പിടിപ്പിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നെന്ന് തോന്നിപ്പിക്കും, പക്ഷെ അതിൻ്റെ മുൻഗണനാക്രമം തെറ്റിച്ചിട്ട് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾക്ക് നന്നാവാൻ പറ്റുന്നില്ല. അവസാനമായിട്ട് എൻ്റെ വാക്കുകൾ നിർത്താണ്. നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണെന്നുള്ളൊരു വിചാരം, ഒറ്റക്ക്, ഞാൻ വന്നത് ഒറ്റക്ക്, മരിച്ച് ഖബറിലേക്ക് ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് ഒരിക്കലെങ്കിലും മരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരിക്കലെങ്കിലും രാത്രി ഇരുന്നിട്ട് അള്ളാഹിൽ കണ്ണീര് വീഴ്ത്തണം. അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണീര് വീഴ്ത്തണം. രോഗം വന്നാൽ, ക്യാൻസർ വന്നാൽ, ആക്സിഡന്റ് വന്നാൽ, മരിച്ചാൽ കണ്ണീര് വരും, അത് സാധാരണയാണ്. അതല്ലാതെ അള്ളാഹിനെ ഓർത്ത് ഒറ്റക്ക് ഇന്നലെ കണ്ണീര് നാളെ പരലോകത്ത് സാക്ഷി നിൽക്കും. സഹോദരന്മാർ, ഒറ്റക്ക് എന്നുള്ളൊരു വിചാരം, നമ്മൾ ഒറ്റക്ക് നമ്മളെ കാര്യങ്ങൾക്ക് നന്നാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വിഷയത്തിൽ ഇത് ഞാൻ തന്നെ ഉത്തരവാദിത്തം. ഞാൻ ഒരു സംഘടന ലേബിളോ ആരുടെ എതിരോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് വായിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ തെറ്റുപറ്റിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. നമ്മളെല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരും തന്നെ പിശാചിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് ഒഴിവല്ല. നമ്മളെല്ലാം എപ്പോഴും പിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ ആരും ഒഴിവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും പാപങ്ങൾ അറിഞ്ഞും അറിയാതെ വന്നുപോയി ചെയ്ത് ഒരുപാട് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിന് ഒരുപാട് മഴ വർഷിപ്പിക്കുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.